Welcome to KAS Economics Hub, deciphering economics for competitive exams. LAF Liquidity Adjustment Facility എന്താണെന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മുടെ RBI ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടേം ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ആണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞത്. ആൻഡ് ഈ LAFനകത്ത് ദർ ആർ ഡിഫറെന്റ് കമ്പോണൻസ്. ഏതൊക്കെയായിരുന്നു? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ദെൻ സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്നിവയാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ റിപ്പോ റേറ്റ്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ലോൺ ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നമ്മുടെ RBI കൊടുക്കുന്ന ഷോർട്ട് ടേം ലോണിന് മേലെ ചുമത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്? റിപ്പോ റേറ്റ്. സോ ഇൻ സിമ്പിൾ ടേംസ്, ഇൻ ദ ലേമൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ എന്താണ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ലോൺ ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI ഷോർട്ട് ടേം ലോൺ കൊടുക്കുമ്പോൾ അതിന് മേലെ ചുമത്തുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ നിരക്ക്. എന്ത് ചെയ്യാം? ഇൻ സിമ്പിൾ ടേംസ് പറയാം. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ RBIയുടെ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ വി സെഡ് ദാറ്റ് RBI ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കുകൾക്ക് പൈസ ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? ദേ ക്യാൻ അപ്രോച്ച് RBI ആൻഡ് RBI വിൽ പ്രൊവൈഡ് ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാറുണ്ട്? ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഉണ്ട്, അതുപോലെ ലോങ് ടേം ലിക്വിഡിറ്റിയും ലോങ് ടേം ലോണുകളും എന്ത് ചെയ്യാറുണ്ട്? RBI കൊടുക്കാറുണ്ട്. ആൻഡ് ഇവിടുത്തെ കേസിൽ എന്താ പറഞ്ഞത്? ഷോർട്ട് ടേം ആണ്. മെജോറിറ്റി കേസിലും ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകൾ ചുമത്തുന്നതാണ് റിപ്പോ റേറ്റ്. സോ റിപ്പോ എന്ന് പറയുമ്പോൾ ദ ടേം റിപ്പോ ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് റീപർച്ചേസിംഗ് ആണ്. റീപർച്ചേസിംഗ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് റിപ്പോ എന്നൊരു ടേം ഉപയോഗിച്ചേക്കുന്നത്. സോ റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി റീപർച്ചേസിംഗ് റേറ്റ് ആണ്. അപ്പൊ എന്താണ് ഈ റീപർച്ചേസിംഗ്? നോക്കുവാണെങ്കിൽ whenever a bank is borrowing short term loans from RBI, ഒരു ബാങ്ക് നമ്മുടെ RBIയുടെ കയ്യിൽ നിന്ന് ഷോർട്ട് ടേം ആയിട്ട് ലോൺ എടുക്കുമ്പോൾ we can see they will submit a collateral. ഒരു ഈട് RBIക്ക് കൊടുക്കും. സോ ഈ കൊളാട്രൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി G-Secs ആയിരിക്കും, ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിരിക്കും. മെജോറിറ്റി കേസിലും കൊളാട്രൽ മീൻസ് ദ G-Secs ആണ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. നമ്മുടെ ട്രഷറി ബില്ലുകളും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകളും ലോങ് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പറും ഇവയൊക്കെയാണ് എന്ത്? G-Secs പൊതുവായി ഉപയോഗിക്കുന്നത്. So whenever a bank is borrowing short-term loans from RBI, they will submit a collateral. എന്താണ് collateral? It is the government security ആണ്. അതിനുശേഷം RBI എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബാങ്കിന് അവർക്ക് ആവശ്യമുള്ള ലോണ് കൊടുക്കും. And you can see, while purchasing or while borrowing money from RBI and while submitting collateral with RBI, these banks promise RBI that they will repurchase these securities by giving a prescribed rate of interest. എന്താ പറഞ്ഞേ? നമ്മുടെ ബാങ്ക് RBIക്ക് ഒരു ഈട് കൊടുക്കും. ഈട് കൊടുത്ത ശേഷം കടം വാങ്ങും. എന്നിട്ട് പറയാണ്, ബാങ്ക് ഈട് കൊടുത്ത ഗവൺമെന്റ് സെക്യൂരിറ്റി ബാങ്ക് എന്ത് ചെയ്യും? RBIയുടെ കയ്യിൽ നിന്ന് റീപർച്ചേസ് ചെയ്യും, തിരിച്ചു വാങ്ങും. അങ്ങനെ തിരിച്ചു വാങ്ങുന്ന വേളയിൽ they will return the borrowed money. അവരെന്ത് ചെയ്യും? കടം വാങ്ങിയ ആ borrowed money RBIക്ക് എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. വിത്ത് സം ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു പലിശ ഉൾപ്പെടെ ആയിരിക്കും എന്ത്? ആ borrowed money തിരിച്ചു കൊടുക്കുന്നത്. And you can see, ഇങ്ങനെ ഒരു ബാങ്ക് ഈട് കൊടുത്ത കടപ്പത്രങ്ങൾ തിരിച്ചു വാങ്ങുന്ന വേളയിൽ അവർ കൊടുക്കുന്ന പലിശ കാണുന്നത്
റിപ്പോ റേറ്റ് ഓർ റീപർച്ചേസിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ റിപ്പോ കേട്ടുണ്ടാവും. റിപ്പോ നിരക്ക് എന്ന് പറയും. സോ റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഇറ്റ് റെപ്രസെന്റ്സ് റീപർച്ചേസിംഗ് റേറ്റ് ആണ്. സോ whenever a bank is borrowing money by submitting a government security as collateral, the bank promise RBI that they will repurchase these securities with some prescribed interest rate. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉൾപ്പെടെ ഈ പറഞ്ഞ ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ട് തിരിച്ചു വാങ്ങുമെന്ന് പറയുകയാണ്. അതാണ് എന്ത്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു ടേമാണ് റിവേഴ്സ് റിപ്പോ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് റിപ്പോ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി എവിടെ നിന്ന് വരുന്നു? ഗവൺമെന്റ് സെക്യൂരിറ്റി ബാങ്കിൽ നിന്ന് RBIയിലേക്ക്. പൈസ എവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു? പൈസ പോകുന്നത് RBIയിൽ നിന്ന് ബാങ്കിലേക്ക്. ഏത് കേസില്? ഇൻ ദ കേസ് ഓഫ് റിപ്പോ റേറ്റ്. നെക്സ്റ്റ് പറയുന്നത് റിവേഴ്സ് റിപ്പോയാണ്. റിവേഴ്സ് റിപ്പോ. സോ റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉൾട്ടയാണ്. ഉൾട്ട എന്ന് വെച്ചാൽ തിരിച്ച്, ഓപ്പോസിറ്റ്. സോ നോക്കൂ, there is RBI ഉണ്ട്, ബാങ്ക് ഉണ്ട്. ഫസ്റ്റ് കേസിൽ പറഞ്ഞ എന്താ? ബാങ്ക് RBIയുടെ നിന്ന് പണം വാങ്ങും ബൈ സബ്മിറ്റിംഗ് എ കൊളാട്രൽ. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇൻ സിമ്പിൾ ടേംസ് റിവേഴ്സ് റിപ്പോ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയാം. സോ ഇൻ സിമ്പിൾ ടേംസ്, ഇൻ ലേമൻ ലാംഗ്വേജ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ എന്താ പറഞ്ഞേ? RBI എത്ര പലിശ നിരക്കിലാണ് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നത്? ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് വൺ. സിമ്പിൾ പറയുകയാണെങ്കിൽ, മനസ്സിലാവാൻ വേണ്ടി പറയുമ്പോൾ എന്താണ്? RBI എത്ര പലിശ നിരക്കിലാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നത്, ബോറോ ചെയ്യുന്നത് എന്ന് സിംപ്ലി പറയാം. എന്നാൽ ആക്ച്വലി എങ്ങനെയാണ്? നമ്മുടെ റിപ്പോ പോലെ RBI എന്ത് ചെയ്യുന്നു? RBIയുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി RBI ബാങ്കിന് സബ്മിറ്റ് ചെയ്യുന്നു. സോ ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് റിപ്പോ, ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽ ഫ്ലോ ഫ്രം RBI ടു ബാങ്ക്. മറ്റെങ്ങനായിരുന്നു? ബാങ്ക് ടു RBI. ഇവിടെ തിരിച്ചാണ്. RBIയിൽ നിന്ന് ബാങ്കിലേക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഫ്ലോ ചെയ്യുന്നു. ആൻഡ് RBI എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഗവൺമെന്റ് സെക്യൂരിറ്റി ബാങ്കില് ഈടുവെക്കുന്നു. എന്നിട്ട് ബാങ്കിന്റെ കയ്യിൽ നിന്നുള്ള പൈസ അതെന്ത് ചെയ്യുന്നു? RBI അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി മണി വിൽ ബി ഫ്ലോയിങ് ഫ്രം ബാങ്ക് ടു RBI. മറ്റെങ്ങനെയാണ്? RBIയിൽ നിന്ന് ബാങ്കിലേക്ക് പൈസ പോകുന്നു. ഇവിടെ ബാങ്കിൽ നിന്ന് RBIയിലേക്ക് പൈസ പോകുന്നു. റിവേഴ്സ് റിപ്പോയിലാണ്. ആൻഡ് ഇവിടെ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ RBI will submit a government security as collateral with a bank and promise that they will repurchase these collateral by returning the borrowed money with some prescribed interest rate. ഒരു പലിശ ഉൾപ്പെടെ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാമെന്ന് RBI പ്രോമിസ് ചെയ്യുകയാണ്. ഇതാണ് എന്ത്? റിവേഴ്സ് റിപ്പോ റേറ്റ്. സോ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് ടു RBI സെക്യൂരിറ്റി പോകുന്നു, RBI ടു ബാങ്ക് പൈസ പോകുന്നു. റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോഴോ RBI ടു ബാങ്ക് സെക്യൂരിറ്റി പോകുന്നു, ബാങ്ക് ടു RBI മണി പോകുന്നു. ക്ലിയർ ആണോ? റിവേഴ്സ് റിപ്പോ ആൻഡ് റിപ്പോ. റിവേഴ്സ് റീപർച്ചേസിംഗ് റേറ്റ് ഓർ റിവേഴ്സ് റിപ്പോ. Is that clear? എല്ലാവരും? Yes, sir. Okay. So you can see the repo rate. So repo rate എന്ന് പറയുമ്പോൾ it is the rate at which central banks provide short-term credit to commercial banks. Banks need to furnish collateral in terms of government securities with RBI to avail loan. So RBIയുടെ നിന്ന് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് സെക്യൂരിറ്റി ഈട് വെക്കുന്നു. അതിനുശേഷം അവർ പ്രോമിസ് ചെയ്യുകയാണ് ഈട് വെച്ച പ്ലെഡ്ജ് ചെയ്ത സെക്യൂരിറ്റി തിരിച്ചു വാങ്ങാമെന്ന് ബാങ്കുകൾ പ്രോമിസ് ചെയ്യുകയാണ്. ആൻഡ് നെക്സ്റ്റ് റിവേഴ്സ് റിപ്പോയാണ്. സോ റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ എന്താ? RBI ബാങ്കിന് ഈട് കൊടുത്തിട്ട് ബാങ്കിന്റെ എന്ത് ചെയ്യുന്നു? പൈസ അബ്സോർബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റിവേഴ്സ് റിപ്പോ റേറ്റ്.
So now we need to discuss the reverse repo rate കൂടുമ്പോൾ അത് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്താണ്? What will be the impact in the economy when the reverse repo rate increases or decreases? റിപ്പോ നിരക്ക് കൂടുമ്പോഴും റിപ്പോ നിരക്ക് കുറയുമ്പോഴും ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. സോ റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും. സോ നമ്മുടെ ബാങ്ക് ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണ്. ബാങ്ക് ഈസ് ബോറോയിങ് മണി ഫ്രം ആർ ബി ഐ ബൈ ഗിവിംഗ് സം ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു പലിശ നിരക്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു? ആർ ബി ഐയുടെ നിന്ന് പൈസ വാങ്ങുന്നു. ആ സമയത്താണ് സപ്പോസ് ഇനിഷ്യലി റിപ്പോ റേറ്റ് 4% ഇത് സപ്പോസ് 6% ഉയർന്നു വിചാരിക്കുക. സോ ഇനിഷ്യലി റിപ്പോ നിരക്ക് 4% എന്നാൽ ഈ റിപ്പോ നിരക്ക് 6% ഉയർന്നെന്ന് വിചാരിക്കുക. സോ എന്തായിരിക്കും ചേഞ്ച് ഉണ്ടാകുന്നത്? ഈ ബാങ്കിന്റെ ലെൻഡിങ്ങിനെ അത് ബാധിക്കുമോ അതോ ബാധിക്കില്ലയോ? നമ്മുടെ എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെ ഇത് ബാധിക്കുമോ അതോ ഇല്ലയോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നമ്മുടെ റിപ്പോ നിരക്ക് ഉയർത്തി. പറഞ്ഞോളൂ. ലെൻഡിങ് കുറയും. ലെൻഡിങ് കുറയും. എന്തുകൊണ്ട് ലെൻഡിങ് കുറയും? ലെൻഡിങ് എന്തുകൊണ്ടാണ് കുറയുന്നത്? കാരണം ബാങ്കിന്റെ ഇരിക്കുന്ന മണി കുറവായിരിക്കുമല്ലോ, കൂടുതൽ ബാങ്കിന്റെ മണി കുറയുണ്ടാണോ? അതുകൊണ്ടാണോ? അല്ല. ഇപ്പൊ മേഡം ഇപ്പൊ കമന്റ് ചെയ്തു, സിന്ധു മേഡം കമന്റ് ചെയ്തു റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ നോക്കുക, ഒരു ബാങ്ക് ലോൺ കൊടുക്കാൻ പോവാണ്. നോക്കിയപ്പോ എന്താ അവിടെ കയ്യിൽ പൈസ ആയിട്ടില്ല. ഒരു ബാങ്ക് ലോൺ കൊടുക്കാനായിട്ടിരിക്കുക. സപ്പോസ് ഒരു ബാങ്കിൽ പോയിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ലോൺ ചോദിച്ചു. നോക്കുമ്പോൾ ബാങ്കിന് എന്തില്ല? ക്യാഷ് ഇല്ല. കുറച്ച് കയ്യിലുള്ളത് എന്താണ്? കുറെ ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്. ഇപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്നു? ആർ ബി അപ്രോച്ച് ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഗവൺമെന്റ് സെക്യൂരിറ്റി തരാം, എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആർ ബി പറഞ്ഞു, റിപ്പോ നിരക്കിൽ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. സോ ബാങ്ക് ആദ്യഘട്ടത്തിൽ ആർ ബി ഐയുടെ നിന്ന് പൈസ വാങ്ങുമ്പോൾ 4% പലിശ കൊടുത്താൽ മതിയായിരുന്നു. ഇനിഷ്യലി വെൻ ബാങ്ക് ഈസ് ബോറോയിങ് മണി ഫ്രം ആർ ബി ഐ, ഇറ്റ് നീഡ് ടു ഗീവ് only 4% interest to RBI. സെക്കൻഡ് കേസിലോ ഈ റേറ്റ് എന്ത് ചെയ്തു? 6%. സോ ഈ ബാങ്ക് ആർ ബി ഐയുടെ കടം വാങ്ങുമ്പോ 6% നിരക്കിൽ എന്ത് ചെയ്യണം? ആർ ബിക്ക് പലിശ കൊടുക്കണം. സോ ഈ ബാങ്ക് ഈ പൈസ ലെൻഡ് ചെയ്യുമ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് റിപ്പോ നിരക്കിൽ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ആർ ബി ഐ 6% പലിശയ്ക്ക് ബാങ്കിന് പൈസ കൊടുത്തു. ബാങ്ക് എന്ത് ചെയ്യാൻ പോവാണ്? ലെൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ലെൻഡ് ചെയ്യുന്ന വേളയിൽ പലിശ നിരക്ക് ഉയരുമോ കുറയുമോ? എന്ത് തോന്നുന്നു? പലിശ നിരക്ക് ഇൻക്രീസ് ചെയ്യും. സോ 6% എന്ത് ബാങ്കിന് കിട്ടിയത് അല്ലേ? സോ ദ ബാങ്ക് ഈസ് റിസീവിംഗ് മണി അറ്റ് 6% ഇൻട്രസ്റ്റ്. സോ ബാങ്ക് ഈ പൈസ ലെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് കനോട്ട് ഗീവ് അറ്റ് എ റേറ്റ് ലോവർ ദാൻ 6%. It will be giving at a rate higher than 6%. 6%-നേക്കാൾ മേലെ ആയിരിക്കും എന്ത് ഇവര് കൊടുക്കുന്നത്. ആൻഡ് യു ക്യാൻ സി എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ജനറൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇപ്പൊ ഞാൻ ലോൺ എടുക്കാൻ പോകുമ്പോൾ ആ ലോണ് മേലെ 8%, 10% ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പലിശ വർദ്ധിക്കും. So when the interest rate of loan increases, ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ when the interest rate increases, it will demotivate the borrowers. പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ എന്താണ്? ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യും. കാരണം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് കൂടുതലാണ്. ഞാൻ എന്ത് ചെയ്തില്ല? ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കത്തുള്ളൂ, അനാവശ്യമായ ലോൺ എടുക്കത്തില്ല. സോ നേരെ മറിച്ച്
ഇപ്പോ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആവശ്യമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും എന്ത് ചെയ്യും? ലോൺ എടുക്കും. കാരണം എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലോ. ഇൻ ദിസ് കേസ്, when RBI hikes interest rate, it will reduce the loan demand in the market. നമ്മുടെ റിസർവ് ബാങ്ക് നോട്ട് ചെയ്തോളൂ. റിസർവ് ബാങ്ക്, ഞാൻ ഈ പറയുന്നല്ല നോട്ട് ചെയ്യണം കേട്ടോ. ഓർമ്മ ഇരുന്നില്ലെങ്കിൽ പാടാണ്. സോ ഓർമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത നോട്ട് ചെയ്യുക. whenever RBI റിപ്പോ റേറ്റ് ഹൈക്ക് ചെയ്യുന്നു, റിപ്പോ റേറ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ജനറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ മാർക്കറ്റ് അത് ഹൈക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോ ലോൺ ഡിമാൻഡ് അവിടെ കുറയാം. ലോൺ ഡിമാൻഡ് കുറയുമ്പോ വി ക്യാൻ സി ദ മണി സപ്ലൈ ഇൻ ദ എക്കണോമി, വിപണിയിലേക്ക് വരുന്ന മണി സപ്ലൈ അതും എന്ത് ചെയ്യും? കുറയും. കാരണം എന്താ? ലോൺ എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ആൾക്കാർ എന്ത് ചെയ്യത്തില്ല? കൂടുതൽ ലോൺ എടുക്കില്ല. മനസ്സിലായോ? സോ whenever RBI is hiking interest rate, അത് ഒരു കസ്റ്റമർ എടുക്കുന്ന ലോൺ ഇൻട്രസ്റ്റ് റേറ്റിനെ എന്ത് ചെയ്യാം? സ്വാധീനിക്കാം. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ ഹൈക്ക് ചെയ്യുന്നതനുസരിച്ച് കസ്റ്റമറിന്റെ ഇൻട്രസ്റ്റ് റേറ്റും വർദ്ധിക്കും, ലോണ് ഡിമാൻഡ് കുറയും, മണി സപ്ലൈ കുറയും. സോ എന്താണ്? ബൈ ഹൈക്കിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, ബൈ ഹൈക്കിംഗ് ദ റിപ്പോ റേറ്റ്, RBI ഈസ് കൺട്രോളിംഗ് ദ ക്രെഡിറ്റ്. എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, അല്ലേ? സോ whenever RBI want to reduce money supply, നമ്മുടെ എക്കണോമിയിലുള്ള മണി സപ്ലൈ കുറയ്ക്കണമെന്ന് RBI ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? RBI will increase the repo rate. റിപ്പോ റേറ്റ് എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. സോ നിങ്ങൾ നോക്കുക, 2022 ഏപ്രിൽ സമയത്ത് റിപ്പോ നിരക്ക് വളരെ കുറവായിരുന്നു, 4% അടുപ്പിച്ചായിരുന്നു. എന്നാൽ അതിനുശേഷം RBI തുടരെ എന്ത് ചെയ്തു? റിപ്പോ നിരക്ക് വർദ്ധിപ്പിച്ചു. നിലവില് 6% റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ കറന്റ്ലി വി ക്യാൻ സി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കറന്റ്ലി നോക്കുവാണെങ്കിൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6.5 ആണ്. റിപ്പോ റേറ്റ് 25 അല്ല, 6.5 ആണ്. സോ കറന്റ്ലി ദ റിപ്പോ റേറ്റ് ഈസ് 6.5 എന്ന് കാണാൻ കഴിയും. സോ അറിഞ്ഞിരിക്കുക RBI എപ്പോ റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് യു ക്യാൻ സി, നമ്മുടെ എക്കണോമിയില് സാമ്പത്തിക മാന്ദ്യമാണ്, അല്ലെങ്കിൽ എക്കണോമിയില് പ്രശ്നം വിചാരിക്കുക. സപ്പോസ് അവർ എക്കണോമി ഈസ് ഫേസിങ് റിസഷൻ, സാമ്പത്തിക മാന്ദ്യമാണ്. ഈ സമയത്ത് RBI റിപ്പോ നിരക്ക് എന്ത് ചെയ്യുമായിരിക്കും? RBI റിപ്പോ നിരക്ക് കൂട്ടുമോ കുറയ്ക്കും? ഒന്ന് പറഞ്ഞേ. RBI റിപ്പോ നിരക്ക് റെഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? സോ whenever our economy is facing recession, നമ്മുടെ എക്കണോമിയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ സ്ലോ ഡൗൺ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഗ്രോത്ത് റേറ്റ് കുറവാണ്, ആ സമയത്ത് RBIക്ക് എന്താണ് ആഗ്രഹം? RBI wants to promote the growth rate. നമ്മുടെ എക്കണോമിയിലെ ഗ്രോത്ത് റേറ്റ് പ്രൊമോട്ട് ചെയ്യുകയാണ് RBIയുടെ ആഗ്രഹം. RBI want to increase investment. നമ്മുടെ എക്കണോമിയില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടാവണം. നമ്മുടെ എക്കണോമിയില് നിക്ഷേപങ്ങൾ വർദ്ധിക്കണം. സോ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും? RBI ലോണുകൾ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. സോ whenever RBI want to increase the growth rate, or whenever RBI want to improve the growth rate or recover the economy from recession, നമ്മുടെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് നമ്മുടെ എക്കണോമിയെ റിക്കവർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് റെഡ്യൂസ് ചെയ്യും. സോ റിപ്പോ റേറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ RBIയുടെ നിന്ന് തുച്ഛമായ പലിശയ്ക്ക്, ലോ ഇൻട്രസ്റ്റിന് ബാങ്കുകൾക്ക് ക്യാഷ് കിട്ടും. സോ ബാങ്കിന് എന്ത് ചെയ്യാം? സിൻസ് ദേ ആർ റിസീവിങ് ദ മണി ഫ്രം RBI അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ നിരക്കില് RBIയുടെ നിന്ന് പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യാം? ലോ ഇൻട്രസ്റ്റ് റേറ്റില് നമ്മുടെ കസ്റ്റമേഴ്സിന് ലെൻഡ് ചെയ്യാം. സോ വി ക്യാൻ സി, ഈ പറഞ്ഞ റിസഷൻ സമയത്ത് അല്ലെങ്കിൽ സ്ലോ ഡൗൺ സമയത്ത്
അല്ലെങ്കിൽ ലോ ഗ്രോത്ത് റേറ്റ് സമയത്ത് റിപ്പോ നിരക്ക് എന്ത് ചെയ്യും? RBI റെഡ്യൂസ് ചെയ്യും. ആൻഡ് അതുവഴി ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കാനും എക്കണോമിയിലെ മണി സപ്ലൈ വർദ്ധിപ്പിക്കാനും RBI ശ്രമിക്കും. ഇനി ഒരു ചോദ്യം, whenever there is inflation, പണപ്പെരുപ്പം ഉണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും? Whenever there is inflation, what will be the measure of RBI? ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് റിപ്പോ റേറ്റിൽ എന്ത് മാറ്റമായിരിക്കും വരുത്തുന്നത്? വെരി ഗുഡ്. സോ whenever there is inflation, നമ്മുടെ എക്കണോമിയിൽ പണപ്പെരുപ്പമാണെങ്കിൽ, പണപ്പെരുപ്പ് എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? വൺ ഓഫ് ദ റീസൺ ഫോർ ഇൻഫ്ലേഷൻ മണി സപ്ലൈ ആണ്, ഇൻക്രീസ്ഡ് മണി സപ്ലൈ ആണ്. നമ്മുടെ എക്കണോമിയിലെ പണലഭ്യത വർദ്ധിക്കുമ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന ഒരു കാരണം. സോ 2022 സമയത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കോവിഡിന്റെ റിക്കവറിക്ക് ശേഷം, പ്രത്യേകിച്ച് 2021-22 കാലഘട്ടത്തിൽ നമ്മുടെ എക്കണോമിയിലെ പണപ്പെരുപ്പം വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. സോ ഡ്യൂറിംഗ് ദ പീരീഡ് 2021-22 we can see there was a hike in the ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ഇൻ ദ എക്കണോമി. സോ അങ്ങനെ ഇൻഫ്ലേഷൻ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് RBI എന്ത് ചെയ്തു? റിപ്പോ നിരക്ക് വർദ്ധിപ്പിച്ചു. റിപ്പോ നിരക്ക് റിക്കറിംഗ് ആയി വർദ്ധിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ RBIക്ക് കഴിഞ്ഞു. സോ ഇൻഫ്ലേഷൻ ഉള്ള വേളയിൽ റിപ്പോ നിരക്ക് എന്ത് ചെയ്യുന്നു? ഹൈക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ പോലെ തന്നെ മറ്റൊരു ടേമാണ് ഡീഫ്ലേഷൻ. കേട്ടിട്ടുണ്ടോ? ഇൻഫ്ലേഷന്റെ ഓപ്പോസിറ്റ് ആണ്. ഇൻഫ്ലേഷൻ എന്ന ടേമിന്റെ ഒരു ഓപ്പോസിറ്റ് ടേമാണ് ഡീഫ്ലേഷൻ. പണപ്പെരുപ്പവും പണശോഷണവും. പണശോഷണം എന്ന് പറയുമ്പോൾ എന്താ? ഉൽപ്പന്നങ്ങളുടെ വില താഴേക്ക് പോകുന്നു. സോ there is a gradual decline in the price of goods. അതാണ് ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ, പണശോഷണം എന്നൊക്കെ പറയും. ആൻഡ് ഡീഫ്ലേഷൻ സമയത്ത് എക്കണോമിയിൽ ആൾക്കാരെ പൈസ കാണത്തില്ല. ഒരു സാമ്പത്തിക മാന്ദ്യം ഉള്ള സമയത്ത് വി ക്യാൻ സി ഉൽപ്പന്നങ്ങളുടെ വില എന്ത് ചെയ്യാം? താഴേക്ക് പോവാം. കാരണം ആരും വാങ്ങുന്നില്ല, ആർക്കും വാങ്ങാൻ കഴിയില്ല, പൈസയില്ല. സോ ഡീഫ്ലേഷൻ ഉള്ള സമയത്ത്, സാമ്പത്തികമായ സമയത്ത് റിപ്പോ നിരക്ക് എന്ത് ചെയ്യുന്നു? RBI കുറയ്ക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ മണി സപ്ലൈ ഇൻ ദ എക്കണോമി, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡിസ്ബേഴ്സൽ ഓഫ് ലോൺസ്. ലോണുകൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു. സോ ഇൻ ഓർഡർ ടു അട്രാക്ട് the customers, more customers to take loan from the bank. So now we can see what will be the function, or what will be the action taken by RBI in the case of reverse repo. For repo നമ്മൾ പറഞ്ഞു, ഈ റിവേഴ്സ് റിപ്പോ സമയത്ത് എന്തായിരിക്കും ആക്ഷൻ എടുക്കുന്നത്? സോ നമ്മുടെ എക്കണോമിയിൽ സപ്പോസ് ദർ ഈസ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഈ പറഞ്ഞ വൻതോതിൽ മണി സപ്ലൈ, മണി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് RBI റിവേഴ്സ് റിപ്പോയിൽ എന്ത് നടപടി എടുക്കാം? റിവേഴ്സ് റിപ്പോയിൽ എന്ത് ആക്ഷൻ എടുക്കാം? What will be the action of RBI in the context of reverse repo? എന്ത് ചെയ്യും ആയിരിക്കും? എന്ത് ചെയ്യുമായിരിക്കും? റിവേഴ്സ് റിപ്പോ സമയത്ത് എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ ഹൈക്ക് ചെയ്യും. നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ആണ്, മണി സപ്ലൈ കൂടിയിരിക്കുകയാണ്, പണലഭ്യത കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് RBI എന്ത് ചെയ്യാൻ പോവാണ്? റിവേഴ്സ് റിപ്പോ ഹൈക്ക് ചെയ്യുകയാണ്. സോ റിവേഴ്സ് റിപ്പോ ഹൈക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? RBI ഈസ് അബ്സോർബിങ് മോർ മണി ഫ്രം ദ ബാങ്ക്. സോ റിവേഴ്സ് റിപ്പോ എന്താ? ബാങ്കിൽ നിന്ന് RBI വാങ്ങുന്ന എമൗണ്ട് മേലെ കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ വിച്ച് RBI ബോറോസ് മണി ഫ്രം ബാങ്ക് എന്ന് സിമ്പിൾ ടേമിൽ പറയാം. സോ ഇവിടെ നോക്കൂ, ബാങ്കിന്റെ പൈസ ഉണ്ട്, അവിടെ നിന്ന് RBI എന്ത് ചെയ്യുവാണ്? പൈസ ബോറോ ചെയ്യുക.
സോ റിവേഴ്സ് റിപ്പോ ഹൈക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ബാങ്ക് വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ടു പാർക്ക് ദെയർ ഫണ്ട്സ് വിത്ത് RBI. റിവേഴ്സ് റിപ്പോ കൂടിയിരിക്കുമ്പോൾ ബാങ്കുകൾക്ക് എന്തായിരിക്കും താല്പര്യം? അവരുടെ കയ്യിലുള്ള പൈസ RBI കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. കാരണം എന്താ? സാധാരണ എന്ത് ചെയ്യുന്ന വെച്ചോ, ഒരു ബാങ്ക് നോർമൽ രീതിയിൽ ലോൺ കൊടുക്കുവാണ്. എന്താ പ്രത്യേകത? ഒരു റിസ്ക് ഉണ്ട്. വെനെവർ എ ബാങ്ക് ഈസ് ലെൻഡിങ് മണി ടു എ കസ്റ്റമർ, there is a risk involved. എന്താ റിസ്ക്? ഈ പറഞ്ഞ കടം വാങ്ങിച്ച വ്യക്തി, കടം വാങ്ങിച്ച കസ്റ്റമർ അത് തിരിച്ചടയ്ക്കുമോ? അയാള് കൃത്യമായി ലോൺ തിരിച്ചടയാൻ കഴിയുമോ? അയാൾ മുങ്ങുമോ? അവർ പറയാൻ പറ്റത്തില്ല. വിജയമല്യ പോലുള്ള ആളൊക്കെ വാങ്ങുന്നെങ്കിൽ ബാങ്ക് പെട്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കൂ, എന്താണ്? when a bank is lending money, there is always a risk involved in that lending. എന്നാൽ ബാങ്ക് RBIക്ക് പൈസ കൊടുക്കുവാണെങ്കിൽ, ബാങ്ക് RBIക്ക് ഈ പൈസ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പൈസ പാർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ഒരു അഷുറൻസ് അല്ലേ, ഒരു ഗ്യാരണ്ടി ഉണ്ട്. RBIക്ക് കൊടുക്കുമ്പോൾ ഒരു ഉറപ്പുണ്ട്. സോ ബാങ്ക് എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ ഹൈക്ക് ചെയ്തിരിക്കുമ്പോൾ, റിവേഴ്സ് റിപ്പോ കൂടിയിരിക്കുമ്പോൾ ബാങ്ക് വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ഗീവ് മോർ മണി or to park more funds with RBI. RBIയിൽ കൂടുതൽ പൈസ കീപ്പ് ചെയ്യാൻ ബാങ്കുകൾക്ക് താല്പര്യം ഉണ്ടാവും. കാരണം എന്താ? അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടും. ഇൻട്രസ്റ്റ് കുറച്ച് കുറവാണെങ്കിൽ കുഴപ്പമില്ല, റിട്ടേൺ കിട്ടുന്നുണ്ടല്ലോ. സോ ബാങ്ക് എന്ത് ചെയ്യും? ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. സോ നമ്മുടെ എക്കണോമിയിൽ പണപ്പെരുപ്പുള്ള വേളയിൽ റിവേഴ്സ് റിപ്പോ RBI ഹൈക്ക് ചെയ്യുന്നു. സോ ബാങ്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ തുക RBIയിൽ കൊണ്ട് പാർക്ക് ചെയ്യും. വിച്ച് മീൻസ് RBI എന്ത് ചെയ്യുവാണ്? ഇവിടെ ബാങ്കിന്റെ കയ്യിലുള്ള പൈസ അബ്സോർബ് ചെയ്യുകയാണ്. ബാങ്കിന്റെ കയ്യിലുള്ള പൈസ അബ്സോർബ് ചെയ്യുക. വിച്ച് മീൻസ് thereby RBI reduces the lending ability of banks. ബാങ്കുകളുടെ ലെൻഡിങ് എബിലിറ്റി എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. കടം കൊടുക്കാനുള്ള ശേഷി കുറയ്ക്കുക. കാരണം എന്താ? അവരുടെ പൈസ എല്ലാം ആര് അബ്സോർബ് ചെയ്യുക? RBI അബ്സോർബ് ചെയ്യുക. സോ ബാങ്കിന് കുറച്ച് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് ഇൻഫ്ലേഷൻ കേസിലെ റിവേഴ്സ് റിപ്പോ കണ്ടീഷൻ. ഞാൻ ചോദിക്കട്ടെ, when an economy is facing recession, സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരിക്കും റിവേഴ്സ് റിപ്പോ? എന്തായിരിക്കും ചെയ്യുന്നത്? when an economy is facing recession or slowdown or low growth rate, റിവേഴ്സ് റിപ്പോ എന്ത് ചെയ്യുമായിരിക്കും RBI? റിവേഴ്സ് റിപ്പോ കൂട്ടുമോ കുറയ്ക്കുമോ? എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ കുറയ്ക്കും. എന്തിനാ കുറയ്ക്കുന്നേ? നമ്മുടെ RBI ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ മാത്രം വാങ്ങാൻ താല്പര്യം കാണിക്കത്തുള്ളൂ. കാരണം റിവേഴ്സ് റിപ്പോ കുറയ്ക്കുമ്പോൾ, സപ്പോസ് മുൻകാലത്ത് 4% വിചാരിക്കുക റിവേഴ്സ് റിപ്പോ, ഈ 4-ൽ നിന്ന് 2% റിവേഴ്സ് റിപ്പോ കുറച്ചെന്ന് വിചാരിക്കുക. സപ്പോസ് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് വിചാരിക്കുക, മുൻപ് 4% റിവേഴ്സ് റിപ്പോ ഉണ്ട്, അവിടെ നിന്ന് 2% റിവേഴ്സ് റിപ്പോ കുറച്ചു. അങ്ങനെ കുറയ്ക്കുമ്പോൾ ബാങ്ക് വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ടു പാർക്ക് മോർ ഫണ്ട്സ് വിത്ത് RBI. RBIയുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ ബാങ്ക് താല്പര്യം കാണിക്കത്തില്ല. കാരണം എന്താ? പലിശക്ക് വളരെ കുറവാണ്. ഇതിനേക്കാളും നല്ല എന്താ? ലെൻഡ് ചെയ്യുന്നതാണ്. സോ ബാങ്ക് വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ടു ലെൻഡ് ഓർ ഇൻട്രസ്റ്റഡ് ടു പാർക്ക് മോർ ഫണ്ട്സ് വിത്ത് RBI. സോ അങ്ങനെ വരുമ്പോ എന്താ? ബാങ്കിന്റെ കയ്യില് പൈസ കൂടുതൽ കാണും. ബാങ്ക് എന്ത് ചെയ്യും? അത് ലെൻഡ് ചെയ്യാൻ നോക്കും. ബാങ്ക് എന്ത് ചെയ്യും? അത് കടം കൊടുക്കാൻ നോക്കും. മാർക്കറ്റിലേക്ക് ലോൺ കൊടുക്കും. അപ്പൊ എന്ത് പറ്റും? മണി സപ്ലൈ ഇൻ ദ എക്കണോമി വർദ്ധിപ്പിക്കും. മണി സപ്ലൈ വർദ്ധിക്കുമ്പോൾ അവിടെ ഡിമാൻഡ് വരാം, അതേപോലെ ഇൻവെസ്റ്റ്മെന്റും എന്ത് ചെയ്യാം? വരാം. ഓർമ്മയുണ്ടല്ലോ വിശ്വസ് സൈക്കിളും പഠിച്ചത്. സോ ബാങ്ക് എന്ത് ചെയ്യും? ലോൺ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ എക്കണോമി എന്ത് ചെയ്യാം? റിക്കവർ ചെയ്യാനുള്ള സൈക്കിളിലേക്ക് പോകാം. ഓക്കെ. സോ നേരത്തെ കേസ് എന്തായിരുന്നു? 4% എന്നുള്ളത് 6% ആവുകയാണ്. അപ്പോൾ എന്താ? ബാങ്ക് നോക്കുമ്പോൾ എന്റെ കൈ വെക്കുന്നേക്കാളും നല്ലത് എന്താ? ഞാൻ ലോൺ കൊടുക്കുന്നേക്കാളും നല്ലത് RBI കൊടുക്കുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ ഹൈക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. റിവേഴ്സ് റിപ്പോ ലോവർ ചെയ്യുമ്പോൾ they will not be interested to park more funds with RBI. So this is how we analyze repo and reverse repo. And now we can see the inflation targeting in India. ഇന്ത്യയിലെ
ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. സോ 1975 സമയത്താണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇൻഫ്ലേഷൻ കൺട്രോളിങ് ഒരു പവർ ഗവൺമെന്റ് കൊടുക്കുന്നത്. സോ യു ക്യാൻ സി ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1975 the government transfers the controlling of inflation power to RBI. നമ്മുടെ ഇന്ത്യയിലെ പണപ്പെരുപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് ഒരു പവർ RBIക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം RBI നമ്മുടെ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് മെഷേഴ്സ് ഒക്കെ എടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗില് ഏറ്റവും പുതിയ മാറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗില് ഏറ്റവും പുതുതായിട്ടുണ്ടായ ഒരു ചേഞ്ച് ആയിരുന്നു 2015 ഒരു എഗ്രിമെന്റ് ആണ്. സോ 2015 നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ ഗവൺമെന്റ് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു. ആ എഗ്രിമെന്റ് പേരാണ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്. എന്താണ്? മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്. This is the name of the agreement. So 2015 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ RBI തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു, മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു. ഈ എഗ്രിമെന്റ് പ്രകാരം 2 ചേഞ്ചസ് ആണ് അനൗൺസ് ചെയ്തത്. ഒന്ന്, ദിസ് എഗ്രിമെന്റ് റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്മിറ്റി. ഈ എഗ്രിമെന്റ് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ഗവൺമെന്റ് RBI തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. നിങ്ങൾ വാർത്തയിലൊക്കെ കേൾക്കുന്നതായിരിക്കും, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗം കൂടി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പേപ്പർ വരാറുണ്ട്. സോ വി ക്യാൻ സി ആസ് പെർ ദിസ് എഗ്രിമെന്റ് RBI ആൻഡ് ഗവൺമെന്റ് മ്യൂച്വലി അഗ്രീസ് ടു ഫോം എ കമ്മിറ്റി ടു ഡിസൈഡ് ദ ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നമ്മുടെ റിപ്പോ റേറ്റ് തീരുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ നിലവിലെ RBIയുടെ നയം തീരുമാനിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഗവൺമെന്റും RBIയും തീരുമാനിച്ചു. അതാണ് MPC, മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞത്. ആൻഡ് ഇതായിരുന്നു ഫസ്റ്റ് ചേഞ്ച്. ഇതുപോലെ തന്നെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക് എത്രയാവണം എന്നുള്ളത് ആര് തീരുമാനിക്കും? ഗവൺമെന്റ് തീരുമാനിക്കും. ഓക്കെ, എന്താ പറഞ്ഞ? ആസ് പെർ ദിസ് എഗ്രിമെന്റ് ഗവൺമെന്റ് പറയാണ് ഇനി മുതൽ നമ്മുടെ എക്കണോമിയിലെ പെർമിസിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ്, പെർമിസിബിൾ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയായിരിക്കണം, അനുവദനീയമായ പണപ്പെരുപ്പ് നിരക്ക് എന്നുള്ളത് ആര് തീരുമാനിക്കും? ഗവൺമെന്റ് തീരുമാനിക്കും. ആഫ്റ്റർ കൺസൾട്ടിങ് വിത്ത് RBI. RBIയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ഫിക്സ് ദ പെർമിസിബിൾ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ദ എക്കണോമി. ആൻഡ് ഈ പറഞ്ഞ റേറ്റ് ആര് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം? RBI അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് 2016 ആദ്യമായിട്ട് ഈ പറഞ്ഞ റേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. 15 വന്നു, അതിനുശേഷം 16 ഈ പറഞ്ഞ കമ്മിറ്റി വന്നു, അതുപോലെ തന്നെ ഈ റേറ്റും പെർമിസിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റും ഫിക്സ് ചെയ്തു. ആൻഡ് ദ റേറ്റ് വാസ് 4 ± 2. അതായത് മിനിമം 2% പണപ്പെരുപ്പ് നിരക്ക്, മാക്സിമം 6%. ഈ ഒരു റേഞ്ചിലായിരിക്കണം എന്ത് ഇന്ത്യയിലെ പണപ്പെരുപ്പ് നിരക്ക് എന്ന് പറഞ്ഞാൽ. ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ്, ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് ഓരോ വർഷവും നിരക്കുകൾ നോക്കുമ്പോൾ എന്തായിരിക്കണം? 2% മുതൽ 6% വരെ ആയിരിക്കണം പണപ്പെരുപ്പ് നിരക്ക് ഇരിക്കേണ്ടത്. ഉദാഹരണം പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഉൽപ്പന്നത്തിന് 100 രൂപയാണെങ്കിൽ ഇത്തവണ പരമാവധി 106 രൂപ. സോ ഈ രീതിയിൽ 6% വരെ പരമാവധി ഇൻഫ്ലേഷൻ നിരക്ക് ഗവൺമെന്റ് ഫിക്സ് ചെയ്തു. ആൻഡ് ആൾസോ വൺ മോർ തിങ്, ഗവൺമെന്റ് പറഞ്ഞത് ഈ നിരക്ക് ഓരോ 5 വർഷത്തേക്കായിരിക്കും എന്ത് സെറ്റ് ചെയ്യുന്നത്. സോ 2016 മുതൽ 21 വരെയാണ് ആദ്യവട്ടത്തെ ഇൻഫ്ലേഷൻ നിരക്ക്. 4 ± 2 ആയിരുന്നു ടാർഗറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ്. അത് കഴിഞ്ഞ് 21 സമയത്തും 2021 ഏപ്രിലിൽ ഗവൺമെന്റ് ഡിസൈഡഡ്
കണ്ടിന്യൂ ദ എക്സിൻ റേറ്റ്, നിലവിലുള്ള ടാർഗറ്റ് അടുത്ത 5 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. ആൻഡ് കറന്റ്ലി നോക്കുവാണെങ്കിൽ നിലവിലെ പെർമിസിബിൾ ഇൻഫ്ലേഷൻ നിരക്ക് എന്ന് പറഞ്ഞാൽ 4+or-2 ആണ്. 2 മിനിമം, മാക്സിമം 6. ആൻഡ് ഇതിന് പറയുന്നതാണ് ഇങ്ങനെ 4+or-2 ഇങ്ങനെ ഈ ഒരു രീതിയിൽ പറയുന്നതാണ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, FIT, ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയും. ഇങ്ങനെ ഒരു റേഞ്ച് പറയുന്നത്, ഇൻഫ്ലേഷന്റെ ഒരു റേഞ്ച്, ഒരു നിരക്ക് പറയുന്നതിന് പറയുന്നതാണ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. സോ എന്തൊക്കെയാ മാറ്റങ്ങൾ? ഇൻ 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് RBI mutually signed an agreement named as Monetary Policy Framework Agreement, and in that agreement we can say subsequent powers are granted to Government of India also. And as per this agreement, a new committee was formed in India to decide the benchmark policy interest rate, അഥവാ റിപ്പോ നിരക്ക്. എന്താണ് ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും? ബെഞ്ച്മാർക്ക് പോളിസി ഇൻട്രസ്റ്റ് റേറ്റ്, ബെഞ്ച്മാർക്ക് പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ഓർ നമ്മുടെ റിപ്പോ റേറ്റ്, അത് ഫിക്സ് ചെയ്യുന്ന റോള് ആർക്കുള്ളത്? MPCക്കാ ഉള്ളത്, മോണിറ്ററി പോളിസി കമ്മിറ്റിക്കാ ഉള്ളത്. ആ കമ്മിറ്റി എന്ത് ചെയ്യും? നിരക്ക് റെക്കമെൻഡ് ചെയ്യും. അത് RBI എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. സോ RBIക്ക് സ്വമേധയാ ആ പറഞ്ഞ നിരക്ക് തീരുമാനിക്കാൻ കഴിയില്ല. They have to fulfill the recommendation made by Monetary Policy Committee. നേരെ മറിച്ച് CRR-ഉം SLR-ഉം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു RBI ആണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്ത്? നമ്മുടെ റിപ്പോ റേറ്റ് അത് തീരുമാനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. ആൻഡ് വൺ മോർ തിങ്, along with that formation we can see one more thing has happened, or one more change has happened. And then a change, the decision of flexible inflation targeting. This prakaram government will now onwards fix the permissible inflation rate in the economy after consulting with RBI. എത്ര നിരക്ക്? 4+or-2 അതായിരിക്കണം പെർമിസിബിൾ ഇൻഫ്ലേഷൻ നിരക്കെന്ന് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടാണ്. അത് മാറാം, കാരണം ഓരോ 5 വർഷവും റിവൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ദിസ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഹാസ് ടു ബി റിവൈസ്ഡ് വൺസ് ഇൻ എവറി 5 years. ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ പറഞ്ഞ ടാർഗറ്റുകൾ റിവൈസ് ചെയ്യണം. ആൻഡ് യു മേ സി ആദ്യവട്ടത്തെ നിരക്ക് എന്തായിരുന്നു? 4+or-2 ആയിരുന്നു. അടുത്ത തവണയും സെയിം നിരക്ക് തന്നെ തുടരാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. ആൻഡ് ഈ നിരക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ RBI നടപടി കൈക്കൊള്ളണം. Okay, and as per this, the amendments were made in RBI Act. കാരണം RBI Actനകത്ത് നേരത്തെ ഗവൺമെന്റ് MPC പോറെന്ന് പറയുന്നില്ലായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് RBI Actൽ ചില മാറ്റങ്ങൾ വരുത്തി ഈ ടാർഗറ്റിന്റെ കാര്യവും അതുപോലെ മോണിറ്ററി പോളിസിയുടെ കാര്യവും ഒക്കെ അതിൽ ഉൾപ്പെടുത്തി. ഓക്കെ, സോ അറിഞ്ഞിരിക്കുക, ദിസ് ഈസ് ഹൗ ദ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഈസ് മെഷർഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇൻഫ്ലേഷൻ നിരക്ക് വൻതോതിൽ വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. സോ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ പെർമിസിബിൾ റേറ്റിനേക്കാൾ മേലെ പോയി. നിങ്ങൾ ഇടയ്ക്ക് കാണാം, ഇടയ്ക്ക് നമ്മുടെ പണപ്പെരുപ്പ നിരക്ക് 7% മേലൊക്കെ പോയി, 7-8 ഒക്കെ ആയി, 7.5 ഒക്കെ ആയി. അപ്പൊ ആ സമയത്ത് വാർത്ത വന്നിരുന്നു പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ ക്രോസ് ചെയ്തു. ഇറ്റ് ഈസ് എ റെഡ് സിഗ്നൽ ഫോർ RBI. മാർക്കറ്റിൽ ശക്തമായി ഇടപെടാൻ RBIക്ക് സമയമായി. സോ അതുപോലെ തന്നെ 2021-22 കാലഘട്ടത്ത് നിങ്ങൾക്ക് ഓർമ്മയാണ്, നമ്മുടെ RBI ഇടയ്ക്ക് റിപ്പോ നിരക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്തും പണപ്പെരുപ്പം വലിയിട്ട് കുറയുന്നില്ല. ആൻഡ് RBI ഫൈനലി ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതും ചെയ്തു, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ RBI നിർദ്ദേശപ്രകാരമാണ് 2 തവണ, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? 2 തവണയായിട്ട് പെട്രോൾ ഡീസലിന് വില കുറച്ചു. ഇറ്റ് വാസ് ആക്ച്വലി നോട്ട് ദി ഗവൺമെന്റ് ഡിസിഷൻ, സർക്കാർ തീരുമാനം ആയിരുന്നില്ല. കാരണം RBI നോക്കുമ്പോൾ എന്താ, RBI പഠിച്ച വേണ്ടി നോക്കുകയാണ് പണപ്പെരുപ്പം കുറയ്ക്കാനായിട്ട്. RBI ഡിഫറെന്റ് പോളിസീസ് എടുക്കുന്നു, ഡിഫറെന്റ് പോളിസി എടുക്കുന്നു, ടൈറ്റൻ ചെയ്യുന്നു. എന്നിട്ടൊന്നും എന്താ ഇൻഫ്ലേഷന് വലിയ മാറ്റം ഉണ്ടാകുന്നില്ല, വലിയ കുറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം RBI പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു, യു ഹാവ് ടു റെഡ്യൂസ് ദ പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസ്.
അങ്ങനെ ആ നിർദ്ദേശപ്രകാരം നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? പെട്രോളും ഡീസലിന്റെ വില എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയാണ് 2 ഘട്ടമായിട്ട് കുറച്ച കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് ദ റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ 3.35 തന്നെയാണ്. റിപ്പോ 6.5 ആണ് ആസ് പെർ ദ ന്യൂ ഡേറ്റ. And next is MSF, Marginal Standing Facility. MSF, Marginal Standing Facility. So, ഞാൻ നേരത്തെ LAF പറഞ്ഞ സമയത്ത്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു LAF എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഇൻസ്ട്രുമെന്റ് ആണ്. പോസ്റ്റ് 1990s 97 സമയത്തൊക്കെയാണ് അത് വരുന്നത്. ഈ റിപ്പോ റിവേഴ്സ് റിപ്പോ എന്ന ആശയം വരുന്നത് പോസ്റ്റ് 1990s ആണ്. സോ റീസെന്റ് വന്ന, വളരെ അടുത്ത് വന്ന ചില ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ വന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. 2011 ഈ ഒരു ഫെസിലിറ്റി RBI കൊണ്ടുവരുന്നത്. ആൻഡ് ദിസ് ഈസ് എ വിൻഡോ വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് only to banks എന്ന് പറഞ്ഞിരിക്കുക. നേരത്തെ പറഞ്ഞ റിപ്പോ റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ക്ലയൻസ് ഓഫ് RBI. RBIയുടെ എല്ലാ ക്ലയൻസിനും ആപ്ലിക്കബിൾ ആണ്. ലൈക്ക് ഇപ്പൊ NBFC ഉണ്ടല്ലോ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗവൺമെന്റ് സെക്യൂരിറ്റി ഉള്ള ആൾക്കാർ, ഇവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? RBIയിലെ ഈ സെക്യൂരിറ്റി വെച്ചിട്ട് റിപ്പോ നിരക്കില് പൈസ എടുക്കാം. സോ വി ക്യാൻ സി, നേരത്തെ പറഞ്ഞ LA ഫെസിലിറ്റി, നേരത്തെ പറഞ്ഞ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ക്ലയൻസ് ഓഫ് RBI. RBIയുടെ എല്ലാ ക്ലയൻസിനും എന്താണ്? LA ഫെസിലിറ്റി വഴി ബോറോ ചെയ്യാൻ കഴിയും. എന്നാൽ MSF ഫെസിലിറ്റി വഴി only banks, commercial banks in India can borrow. And this is an emergency borrowing ആണ്. ഒരു ബാങ്കിന് അടിയന്തരമായിട്ട് പൈസ ആവശ്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൈസ ആവശ്യമുണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ RBIനെ അപ്രോച്ച് ചെയ്യുന്നു. സോ RBI എന്ത് ചെയ്യും? ഇവർക്ക് പൈസ കൊടുക്കും. ആൻഡ് എപ്പോഴും അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിപ്പോ നിരക്കില് ഒരു ബാങ്ക് RBIയുടെ നിന്ന് പൈസ കടം വാങ്ങുമ്പോൾ there is a limit. പരമാവധി ഇത്ര തുക. ഒരു ബാങ്കിന്റെ NDTL ഉണ്ടല്ലോ, നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റി, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ഡിപ്പോസിറ്റ്, അതിനൊരു പരിധിയുണ്ട്. ഡിപ്പോസിറ്റ് കിട്ടിയതിന്റെ ഒരു പരിധി, ഒരു നിശ്ചിത ശതമാനം മാത്രമേ എന്തേ ഉള്ളൂ റിപ്പോ നിരക്ക് വഴി ബോറോ ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ അറിഞ്ഞിരിക്കുക, ഇൻ ദ കേസ് ഓഫ് LAF borrowings, there is a limit for banks. ഒരു ലിമിറ്റ് ഉണ്ട്. ബാങ്കിന് മാത്രമല്ല, മറ്റെല്ലാവർക്കും എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. അത് RBI ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം. സോ ദർ ഇസ് എ ലിമിറ്റ് അപ് ടു വിച്ച് എ ബാങ്ക് ക്യാൻ ബോറോ മണി ഫ്രം RBI വയ റിപ്പോ റേറ്റ്. അതാണ് LAF പ്രത്യേകത. എന്നാൽ ഈ LAFന്റെ പരിധി കഴിഞ്ഞാലോ, LAFന്റെ ഒരു ലിമിറ്റ് വഴി ബോറോ ചെയ്തു, അവരുടെ NDTL ഇത്ര ശതമാനം എന്നാണ് പറയുന്നത്, 1%, 0.5% എന്നൊക്കെയായിരിക്കും വരുന്നത്. സോ NDTLന്റെ, ഒരു ബാങ്കിന്റെ NDTLന്റെ 1%, 0.5% എന്നൊക്കെ പറഞ്ഞാണ് ആ ലിമിറ്റ് വരുന്നത്. ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതാണ് MS ഓപ്ഷൻ. സോ ഒരു ബാങ്കിന് LAF വിൻഡോ വഴി, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി വഴി കടം വാങ്ങുന്നതിന് പരിധിയുണ്ട്. ആ പരിധി ലിമിറ്റ് ചെയ്യുമ്പോൾ, ആ പരിധി ക്രോസ് ചെയ്യുമ്പോൾ they can invoke the MSF window. LAF പരിധി കഴിഞ്ഞാൽ MSF window എന്ത് ചെയ്യാം? ഒരു ബാങ്കിന് ഇൻവോക്ക് ചെയ്യാം. And you can see this is a facility used by commercial banks to borrow additional amount of overnight money ആണ്. അതായത് ഇപ്പൊ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു ഷോർട്ട് ടേം ഡിമാൻഡിന് വേണ്ടിയിട്ട് പലപ്പോഴും MSF വഴി ഒരു ബാങ്ക് കടം വാങ്ങുന്നത് ഒരു ഷോർട്ട് ടേം ഡിമാൻഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, and also one more thing, in the case of LAF, in the case of liquidity adjustment facility,
the bank is not allowed to ditch into their XLR securities. അതായത് ഒരു ബാങ്ക് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന SLR സെക്യൂരിറ്റീസിൽ തൊടാനായിട്ട് ബാങ്കിന് കഴിയില്ല. ഇപ്പൊ LF ഇന്ത്യ വഴി ബോറോ ചെയ്യണമെങ്കിൽ ബാങ്ക് എന്ത് കൊടുക്കണം? ഒരു ഈട് RBI കൊടുക്കണം, വേണമല്ലോ. ആ ഈട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി. സോ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി SLR ഉണ്ടല്ലോ, ആ SLR ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് LF ഇന്ത്യ വഴി ബോറോ ചെയ്യാൻ ഒരു ബാങ്കിന് ഉപയോഗിക്കാൻ കഴിയില്ല. റിപ്പീറ്റിംഗ്, SLR ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് സൂക്ഷിച്ചേക്കുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, SLR ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് cannot be utilized for borrowing money in the LF India. LF India വഴി ബോറോ ചെയ്യുമ്പോൾ SLR സെക്യൂരിറ്റി ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ ഇൻ ദ കേസ് ഓഫ് MSF അങ്ങനെയല്ല. MSF ഞാൻ പറഞ്ഞല്ലോ, ഒരു എമർജൻസി വിൻഡോയാണ്, ഒരു എമർജൻസി ബോറോയിങ് മെത്തേഡാണ്. സോ ഓവർനൈറ്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു രാത്രിയിലേക്ക് അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ട് പൈസ ആവശ്യം വരുന്നു. എന്ത് ചെയ്യും? ബാങ്ക് RBI അപ്രോച്ച് ചെയ്യുന്നു. And at that time, they can ditch or they can dip even the securities kept to meet the SLR target. SLR target meet വെച്ച് വെച്ചേക്കുന്ന സെക്യൂരിറ്റീസും എന്ത് ചെയ്യാം? MSF വഴി ബോറോ ചെയ്യാൻ ഒരു ബാങ്കിന് ഉപയോഗിക്കാം. ഉദാഹരണം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 18% ഓഫ് NDTL ആണ് ഒരു ബാങ്കിന് SLR ആയിട്ട് മീറ്റ് ചെയ്യേണ്ടത്, SLR ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇതിൽ 2% വരെ കറണ്ട് റേഷ്യോ പ്രകാരം 2% വരെ 2% ഓഫ് NDTL വരെ എന്ത് ചെയ്യാം? ഇത്ര മൂല്യമുള്ള സെക്യൂരിറ്റീസ് ബാങ്കിന് MSF വഴി ബോറോ ചെയ്യാൻ യൂസ് ചെയ്യാം. സോ അതായത് SLR 18 വെച്ചേക്കുന്നത്. സപ്പോസ് നമ്മുടെ MSF വഴി ബോറോ ചെയ്യാൻ ബാങ്കിന്റെ വേറെ സെക്യൂരിറ്റി ഇല്ല എന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ല എങ്കിൽ ഒരു ബാങ്കിന്റെ സപ്പോസ് SLR സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു, ബാക്കിയൊന്നും ഇല്ല, അവശേഷിക്കുന്നില്ല. സോ എന്ത് ചെയ്യാം? they can dish into their excess security up to 2%. 2% വരെ എന്ത് ചെയ്യാം? അവർക്ക് ഉപയോഗിക്കാം. എന്തിനാണ്? ടു ബോറോ മണി വയ MSF വിൻഡോ. സോ MSF വിൻഡോ വഴി ബോറോ ചെയ്യുമ്പോൾ ഒരു എമർജൻസി വിൻഡോ ആണ്, അതുകൊണ്ട് തന്നെ അടിയന്തര ഘട്ടത്തിൽ മേടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് എ പീനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ പറഞ്ഞ MSFന് ഒരു പീനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് RBI കീപ്പ് ചെയ്യുന്നത്. റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എന്ത്? MSF റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ നേരത്തെ കണ്ട റിപ്പോ നിരക്കിനേക്കാൾ ഉയർന്നതായിരിക്കും ഈ പറഞ്ഞ MSF റേറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് വൺ മോർ തിങ്, ഓൺലി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, നമ്മുടെ RRB ഉൾപ്പെടെ, RRB പറ്റില്ല, RRB ഒഴിവാക്കിക്കൊണ്ട് ഓൺലി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് RRBs can avail MSF facilities of RBI. നമ്മുടെ റിസർവ് ബാങ്കിന്റെ MSF ഫെസിലിറ്റി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, RBIക്ക് പറ്റത്തില്ല. ഓക്കെ, ബാങ്കിൽ മാത്രമുള്ള ഫെസിലിറ്റിയാണ് ഇത് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് യു ക്യാൻ സി ഡ്യൂറിങ് കോവിഡ് ടൈം, നമ്മുടെ കോവിഡ് ടൈമിൽ നമ്മുടെ MSF ലിമിറ്റ് നമ്മുടെ RBI ഉയർത്തിയിരുന്നു. ആ സമയത്ത് SLR ഉള്ള 3% വരെ സെക്യൂരിറ്റി എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ പിന്നീട് അത് പഴയ സ്ഥിതിയിലേക്ക് വന്നു. ആൻഡ് കറന്റ് യു ക്യാൻ സി 2% ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് SLR. SLR 2% വരെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ MSF വഴി വാങ്ങാൻ വേണ്ടി, കടം വാങ്ങാനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് കറന്റ് റേറ്റ് ഓഫ് MSF 6.75 ആണ്. ആൻഡ് ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, LF കോറിഡോർ ഓർമ്മയുണ്ടോ? LF കോറിഡോർ എന്ന് പറഞ്ഞു. LF കോറിഡോർ എന്ന് പറയുമ്പോൾ നമ്മുടെ RBI റിപ്പോ നിരക്ക് മാത്രമാണ് എനിക്ക് എന്ത് അനൗൺസ് ചെയ്യുന്നത്, അല്ലാതെ എല്ലാ നിരക്കുകളും എന്ത് ചെയ്യാറില്ല, RBI അനൗൺസ് ചെയ്യാറില്ല.
ആൻഡ് റിപ്പോ നിരക്കിന്റെ ഒരു വശത്ത് there you can see MSF. ആ ലോവർ സൈഡില് പണ്ട് കാലത്ത് കണ്ടിരുന്നത് റിവേഴ്സ് റിപ്പോ ആയിരുന്നു. ഇപ്പൊ റിവേഴ്സ് റിപ്പോ ഇല്ല. റിവേഴ്സ് റിപ്പോ പകരം ഇപ്പൊ ഉപയോഗിക്കുന്നത് SDF ആണ്. ആൻഡ് യു ക്യാൻ സി കറന്റ്ലി നമ്മുടെ LAF ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റില് there is SDF ഉണ്ട്. ആൻഡ് അപ്പർ ലിമിറ്റ് ആയിട്ട് അപ്പർ ബാൻഡ് ആയിട്ട് there is MSF ഉണ്ട്. ആൻഡ് റിപ്പോ എന്ത് ചെയ്യുന്നു? അതിന് നടുക്ക് വരും. ആ റിപ്പോ ഇപ്പോ 6.5 ആണ്. ആൻഡ് MSF 25 ബേസിസ് പോയിന്റ്സ് എബോ റിപ്പോ. SDF 25 ബേസിസ് പോയിന്റ്സ് ബിലോ. റിപ്പോയേക്കാൾ 0.25 കുറവാണ് SDF. റിപ്പോയേക്കാൾ 0.25 മേലെയാണ് MSF. അത് അറിഞ്ഞിരിക്കുക. സോ ഇതിന് പറയുന്നതാണ് സ്പ്രെഡ്. ദിസ് ഇസ് കോൾഡ് ആസ് ദ സ്പ്രെഡ്. കണ്ടോ, ദ പ്രസന്റ് സ്പ്രെഡ്. എത്രയാണ് റിവേഴ്സ് റിപ്പോയിൽ നിന്ന് എത്ര മാറിയാണ് റിപ്പോ വരുന്നത്, MSF വരുന്നത്, റിപ്പോയിൽ നിന്ന് എത്ര മാറിയാണ് SDF വരുന്നത്, അതിന് പറയുന്നതാണ് സ്പ്രെഡ് എന്ന് പറയും. ദ സ്പ്രെഡ്. ഓക്കെ. Then next is SDF. So SDF ഈ അടുത്തിടെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറിൽ വന്ന ഒരു ഫെസിലിറ്റിയാണ്. So SDF is the most modern borrowing facility just launched by RBI ആണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫെസിലിറ്റിയാണ് SDF. ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് സെയിം ആസ് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോയ്ക്ക് സമമാണ് SDF എന്ന് പറയുമ്പോൾ. ഇറ്റ് ഈസ് സെയിം ആസ് റിവേഴ്സ് റിപ്പോ. സോ റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ബാങ്ക് RBIക്ക് പൈസ കൊടുക്കുന്നു, RBI ബാങ്കിന് കൊളാറ്ററൽ കൊടുക്കുന്നു. ഇതായിരുന്നു റിവേഴ്സ് റിപ്പോ. ഇവിടെ നോക്കുമ്പോൾ SDFും സമാനമാണ്, എക്സെപ്റ്റ് വൺ തിങ്. അതായത് ഇൻ ദിസ് കേസ് there is flow of money from RBI to bank. Sorry, in the SDF there is flow of money from bank to RBI. അതിൽ മാറ്റമില്ല. ബാങ്കിൽ നിന്ന് RBIയിലേക്ക് പൈസ പോകുന്നുണ്ട്, അതിൽ മാറ്റമില്ല. ചേഞ്ച് വരുന്നത് നമ്മുടെ RBI ഈ ലഭിക്കുന്ന പൈസയ്ക്ക് മേലെ ഒരു ഈട് എന്ത് ചെയ്യുന്നില്ല, നൽകുന്നില്ല. RBI will not be giving any sort of government securities to banks for this deposit. നമ്മുടെ ബാങ്ക് RBI കൊടുക്കുന്ന പൈസയ്ക്ക് മേലെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി RBI കൊടുക്കുന്നില്ല. എന്തിന്റെ കേസിൽ? ഇൻ ദ കേസ് ഓഫ് SDF. ആൻഡ് SDF എന്ന് പറയുമ്പോൾ we can see it is the rate at which RBI accept uncollateralized deposits എന്ന് പറയും. കണ്ടോ? സോ നേരത്തെ കേസിൽ എന്താണ്? RBI ബാങ്കിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ RBI എന്ത് ചെയ്യുന്നു? ഒരു കൊളാട്രൽ, ഒരു ഈട് എന്ത് ചെയ്യണം? ബാങ്കിന് കൊടുക്കണം. സോ RBIയുടെ തീരുമാനം, അത് RBIയുടെ ഒരു ഡിസിഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. RBI കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ റിവേഴ്സ് റിപ്പോ ഇൻവോക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലേ? RBI കൊടുക്കണ്ടേ? RBI പറയാണ് ഇല്ല, എന്റെ സെക്യൂരിറ്റി ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ റിവേഴ്സ് റിപ്പോ വിൽ നോട്ട് ബി ഹാപ്പനിങ്. കാരണം എന്താ? RBI ഇനിഷ്യേറ്റ് ചെയ്യണം. RBIയുടെ കയ്യിലുള്ള സെക്യൂരിറ്റി ബാങ്കിന് കൊടുക്കാമെന്ന് RBI സമ്മതിക്കണം. എങ്കിലല്ലേ പറ്റത്തുള്ളൂ പൈസ കളക്ട് ചെയ്യാനായിട്ട്. അതാണ് റിവേഴ്സ് റിപ്പോയുടെ കേസ്. എന്നാൽ SDF എന്താണ്? അതിന്റെ ആവശ്യമില്ല. SDFിന്റെ കേസിൽ വി ക്യാൻ സി RBI വുഡ് നോട്ട് ബി റിക്വയർഡ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റീസ്. RBI എന്ത് ചെയ്യണ്ട? ഒരു കൊളാട്രൽ, ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി ബാങ്കിന് കൊടുക്കണ്ട. ആൻഡ് ഇങ്ങനെ വരുമ്പോ എന്താ പ്രത്യേകത? കൊളാട്രൽ ഇല്ലാതെ തന്നെ RBIക്ക് പൈസ അബ്സോർബ് ചെയ്യണമെങ്കിൽ, എക്കണോമിയിൽ നിന്ന് പൈസ അബ്സോർബ് ചെയ്യണമെങ്കിൽ RBIക്ക് കഴിയും. ആൻഡ് ഇത് കൊണ്ടുവരാൻ കാരണം മനസ്സിലായോ എന്താണെന്ന്? ഞാൻ പറഞ്ഞിരുന്നു, ഏപ്രിലൊക്കെ ആയപ്പോ നമ്മുടെ എക്കണോമിയിലെ ഇൻഫ്ലേഷൻ എന്താ? കൂടിക്കൊണ്ടിരിക്കുക. സോ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ എക്കണോമിയിലെ മണി സപ്ലൈ എന്ത് ചെയ്യണം? വൺസിൽ അബ്സോർബ് ചെയ്യണം. സോ നോക്കിയപ്പോ എന്താ? റിവേഴ്സ് ഇപ്പോഴും അബ്സോർബ് ചെയ്തിരിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ RBI എത്രയാണോ അബ്സോർബ് ചെയ്യുന്നത് അതിന് തക്കതായ സെക്യൂരിറ്റി എന്ത് ചെയ്യണം? അതിന് കൊടുക്കണം. സോ അത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ if only RBI has enough securities, then only ഈ പറഞ്ഞ റിവേഴ്സ് ഇപ്പോ നടക്കത്തുള്ളൂ. എന്നാൽ SDF എന്ന പുതിയ ഫെസിലിറ്റി വരുമ്പോ
എന്താ പ്രത്യേകത? ആർ ബി ഐയുടെ കയ്യില് ഒരു കൊളാട്രൽ ആവശ്യമില്ല. ആർ ബി ഐയുടെ കയ്യില് ഗവൺമെന്റ് സെക്യൂരിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ആർ ബി ഐ സെക്യൂരിറ്റി എന്ത് ചെയ്യണ്ട? ബാങ്ക് കൊടുക്കണ്ട. ബാങ്ക് എന്ത് ചെയ്യുവാണ്? ഇവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ആർ ബി ഐ പൈസ കളക്ട് ചെയ്യുവാണ്. സോ അറ്റ് ദ സെയിം ടൈം ബാങ്കിന് ഈ പറഞ്ഞ ആർ ബി ഐ എന്ത് കൊടുക്കണ്ട? സെക്യൂരിറ്റിയും കൊടുക്കണ്ട. ഓക്കെ, സോ യു ക്യാൻ സി following the introduction of SDF, the fixed rate reverse repo operations will be at discretion for RBI. So reverse repo നടക്കണമെങ്കിൽ ആർ ബി ഐയുടെ നിർദ്ദേശം വേണം, ആർ ബി ഐയുടെ ഡിസ്ക്രിപ്ഷൻ വേണം. എന്നാൽ ഇതെങ്ങനെ? ആർ ബി ഐ ഇല്ലെങ്കിൽ പോലും, ആർ ബി ഐയുടെ ഈ പറഞ്ഞ സെക്യൂരിറ്റി കൊടുത്തില്ലേ പോലും, ഡിസ്ക്രിപ്ഷനിലേ പോലും ബാങ്കിൽ എന്ത് ചെയ്യാം? അവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം, ആർ ബി ഐയിൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ, സോ അതുവഴി വി ക്യാൻ സി ദ കറന്റ് SDF റേറ്റ് എന്ന് വെച്ചാൽ 6.25 ആണ്. 6.25 SDF റേറ്റ്. റിപ്പോ 6.5, MSF 6.75. ഇതൊന്നും കാണാൻ പഠിക്കല്ലേ, ഈ റേറ്റ് ഒന്നും കാണാൻ പഠിക്കരുത്. ദർ ഇസ് നോ നീഡ് ടു സ്റ്റഡി ദീസ് റേറ്റ്സ്. ചോദിക്കത്തേ ഇല്ല, ഇത്രയാണ് റേറ്റ് എന്ന് ചോദിക്കത്തൊന്നുമില്ല. അറിയേണ്ടത് SDF റിപ്പോയേക്കാൾ താഴെയാണ്, MSF റിപ്പോയേക്കാൾ മേലെയാണ്. ദാറ്റ് ഈസ് ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇസ് റിക്വയർഡ്. അത് മാത്രം ഉണ്ടായാൽ മതി. റിപ്പോയേക്കാൾ താഴെയാണ്, റിപ്പോയേക്കാൾ മേലെയാണ്. ഓക്കെ, സോ ചോദ്യം നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ്. Which of the following facility is available at RBI's discretion? ആർ ബി ഐയുടെ ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ള ഫെസിലിറ്റി ഏതൊക്കെയാണ്? റിവേഴ്സ് റിപ്പോ, MSF, SDF. So which of the following facility is available at RBI's discretion and not banks? ഏതായിരിക്കാം? കമന്റ് ചെയ്യൂ. സോ നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ഞാൻ പറഞ്ഞു നമ്മുടെ റിവേഴ്സ് റിപ്പോ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ആരുടെ ഫെസിലിറ്റി വേണം? ആരുടെ ഡിസ്ക്രിപ്ഷൻ വേണം? ആർ ബി ഡിസ്ക്രിപ്ഷൻ വേണം. കാരണം ആർ ബി കൊടുക്കണ്ടേ, ആർ ബി അങ്ങോട്ട് സെക്യൂരിറ്റി കൊടുക്കണം. സോ ആർ ബി ഡിസ്ക്രിപ്ഷൻ ഈസ് നീഡഡ് ഫോർ റിവേഴ്സ് റിപ്പോ. എന്നാൽ ഈ പറഞ്ഞ MSF SDF പറയുമ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ആണ്, ബാങ്ക് ഡിസ്ക്രിപ്ഷൻ ആണ്. ബാങ്കുകൾക്ക് കൊണ്ട് ആർ ബിക്ക് കൊടുക്കും, ബാങ്കുകൾക്ക് ആർ ബിയുടെ നിന്ന് കടം വാങ്ങാം. അവിടെ ആർ ബി ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആർ ബി ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. SDF MSF ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ബൈ ബാങ്ക് ഇറ്റ്സെൽഫ്. സോ അറിഞ്ഞിരിക്കുക, SDF MSF ഈ രണ്ടും ബാങ്കിന് തന്നെ എന്ത് ചെയ്യാം? ഇനിഷ്യേറ്റ് ചെയ്യാം. സോ ബോത്ത് SDF ആൻഡ് MSF can be initiated by bank themselves. But reverse repo initiate ചെയ്യണമെങ്കിൽ RBI discretion is mandatory. And even repo കൂടെ തന്നെ we can see RBI discretion mandatory ആണ്. പക്ഷെ മറ്റു രണ്ടിനും എന്ത് വേണ്ട? അത് ആവശ്യമില്ല. ഓക്കെ, സോ ക്ലിയർ ആണോ? ക്ലിയർ? Yes, sir. സോ നമുക്കെന്നാ രണ്ട് വീഡിയോ ആണ്, ബ്രീഫ് വീഡിയോ ആണ്. നമ്മുടെ റിപ്പോയെ പറ്റിയും റിവേഴ്സ് റിപ്പോ പറ്റിയുള്ള വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് കാണാം. ഞാൻ ക്യാമറ ഓഫ് ആക്കുകയാണ്, വോയിസ് ഒന്നുമില്ല കേട്ടോ. സോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുക.
സോ നമുക്ക് കാണാം ഹയർ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ മണി സപ്ലൈ. അതെന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ വീഡിയോ. സോ വെൻ RBI ഈസ് സീയിങ് ദാറ്റ് നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ RBIക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ റിപ്പോ റേറ്റ് ഹൈക്ക് ചെയ്യാം. So that is about repo rate. Next, we can see a video of reverse repo. Okay. Clear ആണോ? Is that video clear? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. I think it's clear for everyone. Is that okay? Yes. Okay. ശരി. അടുത്ത വീഡിയോ കണ്ടോളൂ. So during inflation pressure, you can see RBI repo rate hike ചെയ്യും, അതേപോലെ റിവേഴ്സ് റിപ്പോ എന്ത് ചെയ്യാം? ഹൈക്ക് ചെയ്യാം. And this will incentivize commercial banks to park more funds with RBI. So റിവേഴ്സ് റിപ്പോ ഹൈക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ RBI കൊണ്ട് നിക്ഷേപിക്കാൻ അവർക്ക് എന്താ മോട്ടിവേറ്റ് ചെയ്യും. സോ അതുവഴി എന്ത് ചെയ്യാം? ഇൻഫ്ലേഷൻ പറയാം. മണി സപ്ലൈ പറയുന്നു, ഇൻഫ്ലേഷൻ പറയുന്നു. So that's the two videos. നേരത്തെ വീഡിയോ ഞാൻ മറന്നുപോയി. That is why I took a break. So now we can see the monetary policies of RBI. നമ്മുടെ RBI അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലുള്ള മോണിറ്ററി പോളിസീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി അവർ എടുക്കുന്ന നയത്തിൽ പ്രതിപാദിക്കുന്ന മോണിറ്ററി പോളിസീസ് ഏതൊക്കെയാണ്? സോ മെയിൻലി there are three types. 2 types പറയാം. നമ്മുടെ മോണിറ്ററി പോളിസീസ് പറയുമ്പോൾ മെയിൻലി there are 2 types. നമ്മൾ നേരത്തെ പറഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റി in every meeting they have to decide which is the policy stance or which is the monetary policy which is to be adopted by RBI. RBI വരും കാലങ്ങളിൽ ഏത് തരത്തിലുള്ള മോണിറ്ററി പോളിസി നയമായിരിക്കണം പിന്തുടരേണ്ടത് ഇത് തീരുമാനിക്കാൻ അധികാരം ആർക്കുണ്ട്? മോണിറ്ററി പോളിസി കമ്മിറ്റിക്കുണ്ട്. ആൻഡ് ഇഫ് യു ആർ സീയിങ് ദ കോമ്പോസിഷൻ ഓഫ് ദിസ് കമ്മിറ്റി, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഒരു കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ 3 are from RBI and 3 are appointed by government. So മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ 3 പേരെ RBI നിന്ന് വരും, 3 പേര് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. സോ മൊത്തം 6 പേരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വോട്ടുണ്ട്. ആൻഡ് ദ ചെയർമാൻ ഓഫ് ദിസ് കമ്മിറ്റി ആരെന്നറിയാമോ? ചെയർമാൻ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി, can you say ആരാന്ന് പറയാമോ? ഇറ്റ് ഈസ് ദ ഗവർണർ ഓഫ് RBI ആണ്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഏത് സ്റ്റാൻസ് അല്ലെങ്കിൽ ഏത് നയം RBI എടുക്കണമെന്ന് എന്ത് ചെയ്യും? ഈ കമ്മിറ്റി വോട്ടെടുപ്പ് നടത്തും. ആൻഡ് ഈച്ച് പേഴ്സൺ ക്യാൻ വോട്ട് ഫോർ ദ ഡിസിഷൻ. എന്തായിരിക്കണം എടുക്കേണ്ടത് തീരുമാനിക്കാം. ആൻഡ് അങ്ങനെ എടുക്കുന്ന സമയത്ത് വി ക്യാൻ സി ഇൻ കേസ് ദർ ഈസ് ടൈ, ഈ പറഞ്ഞ 3 പേര് ഒരു നേരത്തെ സപ്പോർട്ട് ചെയ്തു, ആ 3 പേര് വേറെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോസ് ദർ ഈസ് എ ടൈ. ആ ടൈ ഉള്ള വേളയിൽ
you can see the RBI governor has a casting vote. അയാൾക്ക് എന്തുണ്ട്? ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. നമ്മുടെ സ്പീക്കറില്ലേ, നമ്മുടെ ലോകസഭയിലും നിയമസഭയിലും ഒക്കെ സ്പീക്കറിന് ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ടെന്ന് പറയത്തില്ലേ? പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇഫ് ദർ ഈസ് ടൈ ഉണ്ടെങ്കിൽ സ്പീക്കറിന് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഓൾറെഡി എന്തുണ്ട്? RBI ഗവർണർ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? ഒന്നുകൂടെ വോട്ട് ചെയ്യാം. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി എല്ലാവർക്കും ഓരോ വോട്ടാണ്. എന്നാൽ ഈ വോട്ടെടുപ്പ് നടക്കുമ്പോൾ രണ്ട് പക്ഷക്കാരുടെയും വോട്ട് സമമാവാന്ന് വെച്ചു. 3:3. 3 പേര് ഒരു സപ്പോർട്ട് ചെയ്തു, 3 പേര് സപ്പോർട്ട് ചെയ്തു. അത് 3 പേരെന്നുള്ളത് RBIയുടെ ആൾക്കാരാണെന്നില്ല, ഗവൺമെന്റ് ആൾക്കാരോ ആവാം. സോ ഉൾപ്പെടെ വരാം. സോ 3 പേര് ഒരു കാര്യം സപ്പോർട്ട് ചെയ്തു, 3 പേര് വേറൊരു കാര്യം സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഇങ്ങനെ ടൈ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? RBI ഗവർണർക്ക് ഒന്നും കൂടെ വോട്ട് ചെയ്യാം. എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റ് നടക്കണമെങ്കിൽ ദ മിനിമം ക്വാറം റിക്വയർഡ് ഈസ് 4 ആണ്. സോ 6 പേരുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മിനിമം മീറ്റ് നടക്കണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? 4 പേരുണ്ടായിരിക്കണം. സോ 4 പേരുണ്ടെങ്കിൽ മാത്രമേ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കത്തുള്ളൂ. സോ ഇത് പറയാൻ കാരണമുണ്ട്. 2021 വേളയില് 2020-21 സമയത്ത് നമ്മുടെ ഗവൺമെന്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തില്ല. അതിന് ഡിലേ വന്നു. ആൻഡ് അതുകൊണ്ട് there was a news during 2020-21 there was a news that നമ്മുടെ ഗവൺമെന്റ് failed to appoint the government nominees. സർക്കാർ പ്രതിനിധികളെ അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റ് വിട്ടുപോയി. അവര് അപ്പോയിന്റ് ചെയ്തില്ല. അതിന് ഡിലേ വന്നു. ആ ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടെ കഴിഞ്ഞില്ല. കാരണം നിലവിലുള്ള മെമ്പേഴ്സിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. 2021 ആയപ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് നോമിനീസിന്റെ കാലാവധി കഴിഞ്ഞു. അങ്ങനെ പുതിയ ആൾക്കാരെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തില്ല. അതിന്റെ ഭാഗമായിട്ട് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഒരു ഡിലേ വന്ന വാർത്ത ഉണ്ടായിരുന്നു. സോ മിനിമം കോറം എത്രയാണ്? 4 പേരാണെന്ന് അറിഞ്ഞിരിക്കുക. ദ കോറം റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ് ഈസ് 4. ആൻഡ് ആൾസോ വൺ മോർ തിങ്, ഈ പറഞ്ഞ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, പ്രത്യേകിച്ച് മോണിറ്ററി പോളിസി റെക്കമെൻഡേഷൻസ്, ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ RBI. RBIക്ക് മേലെ എന്താണ്? ബൈൻഡിങ് ആണ്. ഇപ്പം ഒരു നയം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നയം തന്നെ തുടരാൻ RBI ബാധ്യസ്ഥയാണ്. ആൻഡ് ആൾസോ ഇറ്റ് വിൽ ഡിസൈഡ് ദ ബെഞ്ച്മാർക്ക് പോളിസി റേറ്റ്. അതെന്ത് ചെയ്യണം? RBI ഒബേ ചെയ്യണം. സോ ഈ 2 കാര്യവും അവിടെ അറിഞ്ഞിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ദിസ് കമ്മിറ്റി ഈസ് എൻടൈറ്റിൽഡ് ടു ഗീവ് റിപ്പോർട്ട് ടു ഗവൺമെന്റ് ഇഫ് ദർ ഈസ് ഡീവിയേഷൻ ഫ്രം ദ ടാർഗറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഉണ്ടല്ലോ, ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ടാർഗറ്റിൽ നിന്ന് നമ്മുടെ എക്കണോമി പോകുന്ന വെച്ചു, ഡീവിയേറ്റ് എന്ന് വെച്ചോ. 4+2 ആണ് ടാർഗറ്റ്. ഈ 4+2 ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല, നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാന്ന് വെച്ചോ എക്കണോമി. ആ വേളയിൽ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി വിൽ സബ്മിറ്റ് റിപ്പോർട്ട് ടു ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ത് ചെയ്യണം? റിപ്പോർട്ട് കൊടുക്കണം. എന്തുകൊണ്ട് ഡീവിയേറ്റ് ചെയ്തു, എങ്ങനെ ഇത് മറികടക്കാം എന്ന് പറഞ്ഞ റിപ്പോർട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. ആൻഡ് ദ ഡിഫറെന്റ് പോളിസീസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പ്രധാനമായിട്ട് 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് അക്കോമഡേറ്റീവ് സ്റ്റാൻസ്, then calibrated tightening stance. അക്കോമഡേറ്റീവ് സ്റ്റാൻസ്, അതുപോലെ കാലിബ്രേറ്റഡ് ടൈറ്റനിങ് സ്റ്റാൻസ്. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ this can be also called as cheap money policy or expansionist EXPANSION expansionist monetary policy or dovish money policy. So accommodative stance എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? RBI will try to
ഇൻക്രീസ് ദ മണി സപ്ലൈ. വിപണിയിലുള്ള പണലഭ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. സോ വി ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ്, RBI will try to increase the money supply. എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നു. എക്സ്പാൻഷനിസ്റ്റ് പോളിസി എന്ന് പറയുമ്പോൾ എന്താ? നിലവിലുള്ള പണലഭ്യത എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, പണത്തിന്റെ സപ്ലൈ എക്സ്പാൻഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? RBI ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി. അതുപോലെ തന്നെ ചീപ്പ് മണി പോളിസി. ചീപ്പ് മണി പോളിസി പറയുമ്പോൾ എന്താ? ലോണുകൾ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നു. So when I am going to a bank, when I am going to borrow some money, I am getting this money at low interest rate. കുറഞ്ഞ പലിശ നിരക്കിൽ എന്ത് ചെയ്യും? എനിക്ക് ലോണുകൾ ലഭിക്കുന്നതായിരിക്കും. Which means the money is available to the public at low interest rate, at cheap interest rate. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ചീപ്പായിട്ട് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നു. സോ ആണ് എന്ത്? ചീപ്പ് മണി പോളിസി എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ this stance is also called as dovish money policy. So dovish money policy എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ് ഡോവ് എന്ന് പറഞ്ഞാൽ? ഡോവ് നമ്മുടെ അരിപ്രാവില്ലേ? സോ ഡോവ് പറക്കുന്നത് എങ്ങനെയാണ് പൊതുവെ? നിങ്ങൾക്ക് അറിയായിരിക്കും, ഡോവ് പറക്കുന്നത് താഴെ കൂടാണ്. നേരെ മറിച്ച് ഇപ്പം പരുന്തൊക്കെ ആണെങ്കിലോ, പരുന്ത് പറയുന്നത് പലപ്പോഴും പറയാറില്ലേ, മേഘങ്ങൾക്ക് മേലെ കൂടെയാണ് പരുന്ത് പറക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ think about an eagle. It will always fly above the clouds എന്നൊക്കെ പറഞ്ഞ കുറെ ഇൻസ്പിറേഷണൽ കോഴ്സ് വരാറില്ലേ? സോ ഡോവ് പറക്കുന്നത് എപ്പോഴും അങ്ങനെയാ, താഴെ കൂടാണ്. ആൻഡ് വി ക്യാൻ സി ഡോവിഷ് മണി പോളിസി പറയാൻ കാരണം, ഡ്യൂറിംഗ് ദിസ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, ദ ബെഞ്ച് മാർക്ക് പോളിസി റേറ്റ്സ്, ഇവയൊക്കെ എന്തായിരിക്കും? താന്നിരിക്കും. സോ റിപ്പോ നിരക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. റിവേഴ്സ് റിപ്പോ കുറവായിരിക്കും, അല്ലെങ്കിൽ SDF കുറവായിരിക്കും, അതുപോലെ MSF കുറവായിരിക്കും. സോ മണി സപ്ലൈ കൂട്ടാനായിട്ട്, പണലഭ്യത കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ നിരക്കുകളെല്ലാം കുറച്ചു. ദാറ്റ് ഈസ് വൈ ദിസ് സ്റ്റാൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡോവിഷ് മണി പോളിസി. സോ ഡോവിഷ് മണി പോളിസി, എക്സ്പാൻഷനിസ്റ്റ് മണി പോളിസി, ചീപ്പ് മണി പോളിസി എല്ലാം എന്താണ്? അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്നാണ്. ഓക്കെ. സോ ഒരു എക്കണോമിയിൽ ഗ്രോത്ത് കുറവാണെങ്കിൽ, ഒരു എക്കണോമിയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ, ആ സമയത്തെല്ലാം accommodative stance is more preferred in the economy എന്ന് പറയാം. The next is calibrated tightening stance. Calibrated tightening stance. This policy is also called as clear money policy. Tighten ചെയ്യുവല്ലേ? Calibrated tightening എന്ന് വെച്ചാൽ എന്താ? വരിഞ്ഞു മുറുകയാണ്. So the economy, in the economy, RBI want to reduce the money supply. Money supply എന്ത് ചെയ്യുക? കുറയ്ക്കുക, ടൈറ്റൻ ചെയ്യുക. നിരക്കുകൾ എന്ത് ചെയ്യുന്നു? ഹൈക്ക് ചെയ്യുന്നു. റിപ്പോ കൂട്ടുന്നു, റിവേഴ്സ് റിപ്പോ കൂട്ടുന്നു, SDF കൂട്ടുന്നു, MSF കൂട്ടുന്നു. We can see RBI is hiking the interest rate. പലിശ നിരക്കെല്ലാം എന്ത് ചെയ്യുന്നു? ഹൈക്ക് ചെയ്യുന്നു. The interest rate എല്ലാം ഹൈക്ക് ചെയ്യുന്നു. And this is called as hawkish policy. Hawkish money policy പറയും. ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പരുന്ത്. ഹോക്ക്, HAWK. സോ ഹോക്കിഷ് മണി പോളിസി പറയാൻ കാരണം എന്താ? ഡ്യൂറിംഗ് ദിസ് ടൈറ്റനിങ് സ്റ്റാൻസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് വിൽ ഗോ അപ്പ്. നിരക്കുകളെല്ലാം എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. സോ നിരക്കുകളെല്ലാം മുകളിലേക്ക് പോകുമ്പോൾ യു മേ സി എന്താണ്? നമ്മുടെ എക്കണോമിയിലുള്ള മണി സപ്ലൈ കുറയുന്നു. ഒരാൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. So we can see it is a dear money policy. Dear money became dearer when I'm going to take a loan. കുറഞ്ഞ നിരക്ക് കിട്ടത്തില്ല, മറിച്ച് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ഞാൻ കൊടുക്കേണ്ടി വരും. So the money will become dearer എന്നറിയാം. അതേപോലെ this is called as contractionary policy. Contractionary policy എന്ന് പറയാം. So whenever a tightening stance is adopted by RBI, ഡിയർ മണി പോളിസി ഉണ്ടാവും, കോൺട്രാക്ഷണറി പോളിസി ഉണ്ടാവും, ഹോക്കിഷ് പോളിസി ഉണ്ടാവും. കാരണം എന്താ? എല്ലാം കൂടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നു, മണി സപ്ലൈ കുറയ്ക്കുന്നു. സോ ദിസ് ഈസ് കാലിബ്രേറ്റഡ് ടൈറ്റനിങ് സ്റ്റാൻസ്. ആൻഡ് ഒരു എക്കണോമിയില് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ, പണപ്പെരുപ്പം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്? RBI will be adopting calibrated tightening stance.
സോ നിങ്ങൾ പലപ്പോഴും പേപ്പറിൽ കാണാം, ഈ നമ്മുടെ വാണിജ്യം ഉണ്ടല്ലോ, വാണിജ്യം ബിസിനസ് പോലുള്ള ഏരിയയിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ യു മേ സി മലയാളം പേപ്പറിൽ, ഹിന്ദുവിലൊക്കെ ഡീറ്റെയിൽ ആണ്, മലയാളം പേപ്പറിനകത്തും സി നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനത്തെ പറ്റി പറയാറുണ്ട്. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ടൈറ്റനിങ് സ്റ്റാൻസ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, പലപ്പോഴും വാർത്ത വരാറുണ്ട്. സോ അറിഞ്ഞിരിക്കുക എന്താണ് ഇതിന്റെ ഡിഫറൻസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ന്യൂട്രൽ സ്റ്റാൻസ്. സോ ന്യൂട്രൽ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി പറയുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അഡോപ്റ്റ് ന്യൂട്രൽ സ്റ്റാൻസ് എന്ന് പറയുമ്പം RBIക്ക് തീരുമാനിക്കാം, നിരക്ക് കൂട്ടണോ വേണ്ടയോ, ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് RBI. RBI can decide whether to hike or lower the rate. ഈ പറഞ്ഞ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് അത് കൂട്ടണോ കുറയ്ക്കണോ, RBIക്ക് തീരുമാനിക്കാം. അത് ഒന്നുകിൽ കൂടാ അല്ലെങ്കിൽ കുറയാം, ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസിഷൻ ഓഫ് RBI. ഇറ്റ് മേ വേരി. പക്ഷെ അതുപോലെ തന്നെ ന്യൂട്രൽ സ്റ്റാൻസ് വിൽ ബി അഡോപ്റ്റഡ് only if the economy is stable. എക്കണോമി സ്റ്റേബിൾ ആണ്, അല്ലെ എന്താ, നിരക്കുകൾ കൂട്ടാതിരിക്കാം. സോ മൂന്ന് രീതി ചെയ്യാം, നിരക്ക് വേണേൽ കൂട്ടാം, കുറയ്ക്കാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. സോ RBI can either increase or decrease or make this rate constant. സോ എന്താ പ്രത്യേകത, ന്യൂട്രൽ സ്റ്റാൻസ് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് only if the economy is in a stable condition. നമ്മുടെ എക്കണോമി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ന്യൂട്രൽ സ്റ്റാൻസ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ എക്കണോമിയിൽ വലിയ പണപ്പെരുപ്പമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമുണ്ട്, ആ സമയത്ത് ന്യൂട്രൽ സ്റ്റാൻസ് അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ, സോ these are the monetary policies of RBI എന്ന് പറയാം. സോ accommodative stance, then neutral stance, then calibrated tightening stance. ഇവയുടെ മറ്റ് പേരുകളുടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിരിക്കുക. ഡിയർ മണി പോളിസി, ഹോക്കിഷ് മണി പോളിസി, അതുപോലെ തന്നെ കോൺട്രാക്ഷണറി പോളിസി എന്നൊക്കെ പറഞ്ഞില്ല, അതറിഞ്ഞു. സോ ഞാൻ നേരത്തെ പറഞ്ഞു, മോണിറ്ററി പോളിസി കമ്മിറ്റി ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ഫിക്സിംഗ് ദ ബെഞ്ച്മാർക്ക് പോളിസി റേറ്റ്. 6 പേരുണ്ട്, 3 പേര് RBIയിൽ നിന്നും 3 പേര് ഗവൺമെന്റ് അപ്പോയിന്റീസും ആണ്. ആൻഡ് RBIയിൽ നിന്ന് വരുന്ന നോക്കുവാണെങ്കിൽ ഒന്ന് ഗവർണർ വരുന്നുണ്ട്, ദെൻ ഡെപ്യൂട്ടി ഗവർണർ in charge of monetary policy വരുന്നുണ്ട്, then one officer of RBI nominated by central board. സെൻട്രൽ ബോർഡ് ഡയറക്ടേഴ്സ് ഇല്ലേ, 21 പേര്, അതിൽ നോമിനേറ്റ് ചെയ്ത ഒരു ഓഫീസർ, അവരാണ് RBIയുടെ പ്രതിനിധി വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഗവൺമെന്റ് നോമിനീസ് പറയുമ്പോൾ അവരുടെ ഏജ് 70 താഴെ ആയിരിക്കണം. അതുപോലെ ദേ ആർ അപ്പോയിന്റഡ് ഫോർ എ പീരീഡ് ഓഫ് 4 years ആണ്, 4 വർഷത്തേക്കാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അവരെ റീ അപ്പോയിന്റ് ചെയ്യാനും കഴിയില്ല. ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്. And also one more thing, minimum 4 meetings MPC നടത്തിയിരിക്കണം. So RBI has to organize minimum 4 meetings. ഒരു വർഷം മിനിമം 4 മീറ്റിംഗ് എന്ത് ചെയ്യണം, നടത്തിയിരിക്കണം. പക്ഷേ if RBI ഗവർണർ has the opinion that നമ്മുടെ എക്കണോമിയിൽ ഒരു ചേഞ്ച് ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്കണോമിയിൽ എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ RBI ഗവർണർ can initiate for more meetings എന്ന് കാണാം. ഉദാഹരണം പറയുമ്പോൾ കഴിഞ്ഞ വർഷം 4 തവണയല്ല, അതിൽ കൂടുതൽ മീറ്റിംഗ് നടന്നിരുന്നു. മോദാൻ 6 വട്ടം മറ്റോ നടന്നിരുന്നു. ഓരോ 2 മാസം കൂടുമ്പോൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇൻ ദ ലാസ്റ്റ് ഇയർ, ഇൻ 2022-23, you may see there was at least 6 meetings of MBC. ഓരോ 2 മാസം കൂടുമ്പോൾ എന്ത് ചെയ്തു, മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അല്ലേ പറഞ്ഞത് എന്താണ്, ക്വാർട്ടർലി ഒരെണ്ണമാണ്, 3 മാസം കൂടുമ്പോൾ ഒരെണ്ണം, അങ്ങനെ വർഷത്തിൽ 4. അതായിരുന്നു ആക്ട് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്താ മിനിമം, എന്നാൽ മിനിമം അല്ല, അത് കൂടുതൽ എന്ത് ചെയ്യാം, ഗവർണർക്ക് തീരുമാനിക്കാം. അത് കൂടുതൽ വേണമെങ്കിൽ ഹി ക്യാൻ ഇനിഷ്യേറ്റ്. സോ മാക്സിമം എന്ന് പറഞ്ഞല്ല, എല്ലാ മാസവും എന്ത് വേണമെങ്കിൽ നടത്താം, എല്ലാ മാസവും നടത്താം, പക്ഷെ മിനിമം 4 ആണ്. സോ യു മേ സി ഇതൊരു വോട്ടിംഗ് പാറ്റേൺ ആണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് 2016 മുതൽ 2020 വരെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. സോ ഓരോ തവണയുള്ള തീരുമാനം നിങ്ങൾക്ക് കാണാം. വോട്ടിംഗ് പാറ്റേൺ 60, 60, 51 കണ്ടോ, 5 പേര് ഒരാൾ സപ്പോർട്ട് ചെയ്തു, ഒരാൾ മുതൽ ന്യൂട്രൽ സപ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ള കേസിൽ എല്ലാവരും എന്താ തുല്യമായി ഒരേപോലെ ഒരേ സ്വരത്തിൽ
ഒരു കാര്യം തന്നെ സപ്പോർട്ട് ചെയ്ത്. ആൻഡ് യു ക്യാൻ സി അക്കോമഡേറ്റീവ് സ്റ്റാൻസ്, ന്യൂട്രൽ സ്റ്റാൻസ്, ടാറ്റനി സ്റ്റാൻസ്. അവിടെ ഓരോ തവണത്തെ മീറ്റിംഗിൽ എടുത്ത സ്റ്റാൻസ് ആണ്. RBIയോട് പറയാണ് നിങ്ങൾ ഇന്ന ഈ നയം തുടരുക, ഈ നയം പിന്തുടരുക എന്ന് പറയുകയാണ്. കണ്ടോ? And next is open market operation. Open market operation. So open market operation എന്ന് വെച്ചാൽ it is also a quantitative instruments of credit control. നമ്മുടെ RBI ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ദിസ് ഈസ് എ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ആണ്. LAF MSF മോഡേൺ ആണെങ്കിൽ OMO എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ആണ്. And in this operation you can see RBI will purchase and sell government security papers in the market. നമ്മുടെ വിപണിയിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ വിപണിയിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. എന്താ ചെയ്യുന്നത്? RBI will purchase and sell securities. ഒന്നുകിൽ പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ സെൽ ചെയ്യും. And you can see നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ എക്കണോമിയിൽ പണപ്പെരുപ്പുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ മണി സപ്ലൈ കൂടുതലാണെന്ന് വിചാരിക്കുക. ആ ടൈമില് RBI ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുമോ വിൽക്കുമോ? പറഞ്ഞു. എന്താ ചോദിച്ചു മനസ്സിലായില്ലേ? മണി സപ്ലൈ കൂടിയിരിക്കുകയാണ്, ഇൻഫ്ലേഷൻ കൂടിയിരിക്കുകയാണ്. ആ വേളയിൽ RBI ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുമായിരിക്കുമോ അതോ വിൽക്കുമായിരിക്കുമോ? അതിനു മുന്നേ അറിഞ്ഞിരിക്കുക, RBI എന്ത് ചെയ്യുന്നില്ല, സെക്യൂരിറ്റീസ് ഇറക്കുന്നതല്ല, അവർ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി വാങ്ങുന്നതല്ല. മറിച്ച് എന്താണ്, അവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റിയാണ്, അവർ ഇതുപോലെ ട്രേഡ് ചെയ്ത് വാങ്ങിച്ച സെക്യൂരിറ്റിയാണ് പറയുന്നത്. സോ RBI നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, RBI ഈസ് നോട്ട് ഡയറക്ട്ലി പർച്ചേസ് സെക്യൂരിറ്റി. നമ്മുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി നേരിട്ട് വാങ്ങിച്ചിട്ട് RBI പൈസ കൊടുക്കുന്നില്ല. ദിസ് ഈസ് സെക്കൻഡറി മാർക്കറ്റ് വരുന്നതാണ്, അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വാങ്ങുന്നില്ല. നമ്മുടെ ട്രഷറി ബില്ലോ അല്ലെങ്കിൽ SDL ഒക്കെ ഇറക്കുമ്പോൾ, നമ്മുടെ കടപ്പത്രം ഇറക്കുമ്പോൾ RBI എന്തുന്നില്ല, അത് വാങ്ങുന്നില്ല. സോ വെനെവർ ഗവൺമെന്റ് ഈസ് ഫ്ലോട്ടിംഗ് ട്രഷറി ബിൽ, RBI അത് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് RBI വാങ്ങത്തില്ല. ഇതെല്ലാം അങ്ങനെ അല്ലാതെ വാങ്ങുകയാണ്, നമ്മൾ വിപണിയിൽ നിന്ന് ട്രേഡ് ചെയ്യപ്പെടുകയാണ്. ചോദിക്കുന്നത് എന്താണ്, RBI ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ, RBIയുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി RBI വിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവിടെ ആൾക്കാര്, ഇൻഡിവിജ്വൽസ്, ബാങ്ക്സ്, ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ സെക്യൂരിറ്റി പ്രൊക്യൂർ ചെയ്യും. അങ്ങനെ പ്രൊക്യൂർ ചെയ്യുമ്പോൾ ദേ വിൽ ഗീവ് മണി ടു RBI. സോ RBI ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ എന്താ നടക്കുന്നത്? അവിടെ ഈ സെക്യൂരിറ്റി എല്ലാം വാങ്ങണ്ടേ? വാങ്ങുന്ന വേളയിൽ വി ക്യാൻ സി RBI ഈസ് അബ്സോർബിങ് മണിയാണ്. RBI എന്ത് ചെയ്യുവാണ്? പൈസ അബ്സോർബ് ചെയ്യുകയാണ്. RBI കടപ്പത്രം വിൽക്കുമ്പോൾ കടപ്പത്രം അതിൽ വാങ്ങണമല്ലോ. അങ്ങനെ വാങ്ങുന്ന വേളയിൽ വിപണിയിൽ നിന്ന് മണി എന്ത് ചെയ്യുന്നു? RBI അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് RBI പർച്ചേസ് ചെയ്യുമ്പോഴോ, ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുമ്പോൾ, ദെൻ RBI ഈസ് പർച്ചേസ് ഗവൺമെന്റ് സെക്യൂരിറ്റി, എന്താ ഉണ്ടാവുന്നത്? ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു? RBI വാങ്ങുന്നു. RBI ഈസ് പർച്ചേസിങ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഫ്രം പീപ്പിൾ. അപ്പോൾ എന്താണ്? RBI ഈസ് പമ്പിങ് മണി ഇൻ ടു ദ എക്കണോമി. മാർക്കറ്റിലേക്ക് എന്താ? പൈസ കൊടുക്കുകയല്ലേ, പൈസ സപ്ലൈ ചെയ്യുകയല്ലേ. സോ അറിഞ്ഞിരിക്കുക, RBI സെക്യൂരിറ്റി സെല്ല് ചെയ്യുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ അബ്സോർബ് ചെയ്യണം. RBI സെക്യൂരിറ്റി ബൈ ചെയ്യുമ്പോൾ ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്നു, പൈസ പമ്പ് ചെയ്യുന്നു. സോ ഇനി പറയൂ, ഒരു എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ RBI ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുമോ വാങ്ങുമോ?
സെല്ല് ചെയ്യും. ആർ ബി ഐ കടപ്പത്രം വിൽക്കുമ്പോൾ, ആർ ബി ഐ തന്റെ കൈവശമുള്ള കടപ്പത്രങ്ങൾ വിൽക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവിടെ ആൾക്കാരുടെ കയ്യിലുള്ള പൈസ അബ്സോർബ് ചെയ്യുകയാണ്, അത് ആർ ബി ഐയിലേക്ക് വരുന്നു. വി ക്യാൻ സി അങ്ങനെ വരുന്ന വേളയിൽ എന്ത് കുറയും? മണി സപ്ലൈ കുറയും. സോ വെനെവർ ദർ ഈസ് ഇൻഫ്ലേഷൻ, ആർ ബി ഐ വിൽ സപ്ലൈ ഓർ സെൽ ഗവൺമെന്റ് സെക്യൂരിറ്റി. ഇൻഫ്ലേഷൻ ഉള്ളപ്പോ ആർ ബി ഐ കടപ്പത്രങ്ങൾ വിൽക്കുന്നു. നേരെ മറിച്ച് ഒരു എക്കണോമിയിൽ സാമ്പത്തിക മാന്ദ്യം, റിസഷനോ ഗ്രോത്ത് കുറവോ ഒക്കെ ഉള്ള ആണെങ്കിൽ ആർ ബി ഐ എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങുന്നു. സോ ആസ് ടു പമ്പ് മോർ മണി ഇൻ ടു ദ എക്കണോമി. എക്കണോമിയിലേക്ക് കൂടുതൽ പൈസ പമ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടപ്പത്രം വാങ്ങും. അന്നേരം എന്ത് ചെയ്യും? അവർക്ക് പൈസ കൊടുക്കും. സോ മാർക്കറ്റിലേക്ക് മണി സപ്ലൈ വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാണ്. ഓക്കെ, then the next is bank rate. So ബാങ്ക് റേറ്റ് പറയുകയാണെങ്കിൽ, യൂഷ്വലി പറയുകയാണെങ്കിൽ രണ്ട് ഡെഫിനിഷൻ ഉണ്ട് ഇതിന്. ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ ഗീവ്സ് ലോങ് ടേം ലോൺ ടു ബാങ്ക്സ്. നമ്മുടെ ബാങ്കുകൾക്ക് ലോങ് ടേം ലോൺസ്, 1 year അബോ ഉള്ള ലോണുകൾ. നേരത്തെ റിപ്പോ ഒക്കെ പറയുമ്പോൾ ഷോർട്ട് ടേം ലോൺസ് ആണ്. അത് ഓവർനൈറ്റ് ഉണ്ട്, ഒരു ദിവസത്തേക്ക് വരാം, 7 ഡേയ്സിലേക്ക് വരാം, 3 മാസത്തേക്ക് വരാം. സോ പൊതുവെ കുറച്ച് കാലങ്ങളിലേക്കാണ് എന്ത് റിപ്പോ വഴി പൈസ കൊടുക്കുന്നത്. എന്നാൽ ബാങ്ക് റേറ്റ് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ആർ ബി ഐ ഗീവ്സ് ലോങ് ടേം ലോൺസ് ടു ബാങ്ക്സ്. ബാങ്കുകൾക്ക് ലോങ് ടേം ലോൺ കൊടുക്കാൻ വേണ്ടി ആർ ബി ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. ആൻഡ് വൺ മോർ തിങ്, when a bank is borrowing money from RBI via bank rate, ബാങ്ക് എന്ത് കൊടുക്കണ്ട? ഒരു ഈട്, ഒരു കൊളാറ്ററൽ എന്ത് ചെയ്യണ്ട? ആർ ബി ഐക്ക് കൊടുക്കണ്ട. റിപ്പോയ്ക്ക് വേണം, പക്ഷെ റിപ്പോയ്ക്ക് ആവശ്യമുണ്ട്. എന്നാൽ ബാങ്ക് റേറ്റ് വഴി ലോങ് ടേം ലോണ് ഒരു ബാങ്ക് വാങ്ങുമ്പോൾ, ബാങ്ക് റേറ്റ് വഴി ഒരു ലോങ് ടേം ലോണ് ബാങ്ക് ആർ ബി ഐ നിന്ന് വാങ്ങുമ്പോൾ എന്ത് വേണ്ട? ഒരു ഈട്, ഒരു കൊളാറ്ററൽ ബാങ്ക് ആർ ബി ഐക്ക് കൊടുക്കണ്ട. That is the first definition of bank rate. എന്നാൽ ഇത് കൂടാതെ തന്നെ there is one more definition which is mentioned in section 49 of RBI Act. അത് പറഞ്ഞത്, it is the rate at which it is the standard rate at which RBI is prepared to buy or rediscount bill of exchange or other commercial paper eligible for purchase under the Act. മനസ്സിലാവില്ല? ഒന്നുകൂടെ പറയാം. സോ ഈ പറഞ്ഞ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി ഐ എത്ര നിരക്കിലാണ് ബാങ്കിന്റെ നിന്ന് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് റീഡിസ്കൗണ്ട് ചെയ്യുന്നത്. സോ അത് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഐഡന്റിഫൈ ഓർ വി നീഡ് ടു ഡിസ്കസ് വാട്ട് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഒരു കൊമേഴ്ഷ്യൽ ബിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so commercial bills or bill of exchange. Suppose there is a trader A and a trader B. So രണ്ട് ട്രേഡർ ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാന്ന് വിചാരിച്ചു. ഷോപ്പല്ല, ഇൻഡസ്ട്രിയിലെ ഷോപ്പ്. ബി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഷോപ്പ്. എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓർ ഇൻഡസ്ട്രി. സോ മനസ്സിലായോ? സോ വി ആർ ഗോയിങ് ടു കൺസിഡർ ടു ട്രേഡേഴ്സ്, രണ്ട് വ്യാപാരി കൺസിഡർ ചെയ്യുകയാണ്, എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, തുണിത്തരം നിർമ്മിക്കുന്ന കമ്പനിയാണ്. മറ്റേത് ടെക്സ്റ്റൈൽ ഷോപ്പാണ്, നമ്മുടെ കല്യാൺ സിൽക്സ്, ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. ഓക്കെ, സോ ബി എന്താണ്? നമ്മുടെ കല്യാൺ സിൽക്സ് ആണ്. ആൻഡ് എ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. സോ ഇവിടെ നോക്കുക,
എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഈസ് ഗോയിങ് ടു സപ്ലൈ ഒരു 10 കോടി മൂല്യമുള്ള തുണിത്തരങ്ങൾ കൊടുത്തു വിചാരിക്കും. സോ എ എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനി ബി എന്ന് പറഞ്ഞ കമ്പനിക്ക് 10 കോടി മൂല്യമുള്ള ക്ലോത്ത്സ് ടെക്സ്റ്റൈൽസ് സപ്ലൈ ചെയ്തു. ആൻഡ് യു മേ സി ഈ പറഞ്ഞ ബി പറയാണ് എന്റെ ഇപ്പൊ പൈസ ഇല്ല. നോക്കുക, സപ്പോസ് വിചാരിക്കുക നവംബർ 1 തീയതിയാണ് എ 10 കോടി മൂല്യമുള്ള കോഴ്സ് കൊടുത്തത്. അപ്പൊ ഈ പറഞ്ഞു ഇപ്പൊ എന്റെ പൈസ ഇല്ല, നീ ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്, ആ സമയത്ത് എന്താ ഫെസ്റ്റീവ് സീസൺ ആണ്, ആൾക്കാർ എന്ത് ചെയ്യും, തുണിയൊക്കെ എടുക്കും. സോ എനിക്ക് പൈസ കിട്ടും, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, റീപേ ചെയ്യുന്നു പറയും. സോ എ 10 കോടി മൂല്യമുള്ള കോച്ച് ബിക്ക് കൊടുത്തു. എന്നാൽ ബിയുടെ കയ്യിൽ എന്തില്ല, അറ്റ് ദാറ്റ് മൊമെന്റ് ബിയുടെ കയ്യിൽ പൈസ ഇല്ല. അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്, ഈ തുണിത്തരങ്ങൾ വാങ്ങുന്ന വേളയിൽ ബിയുടെ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ ബി പറയാണ് എന്റെ ഇപ്പൊ പൈസ ഇല്ല, കാരണം ഈ ഫെസ്റ്റീവ് സീസൺ വരാൻ പോവാണ്, നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ട്. സോ അതൊരു ഫെസ്റ്റീവ് മൂഡ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സി ആൾക്കാർ കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യും. സോ എനിക്ക് പൈസ കിട്ടും, തുണിയെല്ലാം വിറ്റുപോകും. സോ ഞാൻ എന്ത് ചെയ്യാം, അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഞാൻ പൈസ തിരിച്ചെന്ന് പറയും. ആൻഡ് ഇവർ എഗ്രിമെന്റ് എഴുതുന്നത് യൂഷ്വലി ഫോർ എ പീരീഡ് ഓഫ് 3 months ആണ്. ഒരു 3 മാസത്തെ എഗ്രിമെന്റ് എഴുതും. സോ എന്താ പറഞ്ഞേ, കറന്റ്ലി പൈസ ഇല്ല, ആഫ്റ്റർ 3 months ഐ വിൽ റിട്ടേൺ ദ മണി. ഈ പറഞ്ഞ 10 കോടി രൂപ ഞാൻ പേ ചെയ്യാം. ആൻഡ് ഈ ഒരു എഗ്രിമെന്റ്, ഈ ഒരു പ്രോമിസറി നോട്ടിൽ പറയുന്നതാണ് ദ പ്രോമിസറി നോട്ട് which is written between A and B is called as trade bill or bill of exchange. Trade bill or bill of exchange. സോ ഇങ്ങനെ എഴുതുമ്പോ എ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി 10 കോടി മൂല്യമുള്ള ക്ലോത്ത്സ് ബിക്ക് കൊടുത്തു. അങ്ങനെ ബി എന്ത് ചെയ്യാണ്, ബി ഈസ് റൈറ്റിംഗ് എ പ്രോമിസറി നോട്ട്. നമ്മുടെ എയുടെ പേരിൽ ഒരു പ്രോമിസറി നോട്ട് എഴുതുകയാണ്. എന്നിട്ട് പറയാണ് 3 മാസം കഴിഞ്ഞ് 90 days കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് 10 കോടി രൂപ തരാം, ഈ തുണിയുടെ പൈസ തരാം. സോ ഇങ്ങനെ എഴുതണമെങ്കിൽ ബി ഒരു വർത്തി പേഴ്സൺ ആയിരിക്കണം, ഒരു ഗുഡിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ എക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ എയുമായിട്ട് മുൻകാല വ്യാപാരം നടത്തിയ വ്യക്തിയായിരിക്കണം. ഈ പറഞ്ഞ ബിക്ക് നല്ലൊരു ഗുഡിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൺസിഡർ ആണ് എന്ത് എ സമ്മതിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 months തന്നാൽ മതി. സോ ബിക്ക് അത് നല്ലതാണ്, കാരണം ബിക്ക് ഇപ്പോൾ ഉടനെ പൈസ എടുക്കണ്ട. ബി പറഞ്ഞ ക്ലോത്ത്സ് വിറ്റ് അതിന് ലാഭം കണക്കാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, പിന്നീട് 10 കോടി കൊടുത്താൽ മതി. സോ ഇങ്ങനെ ഇവർ തമ്മിൽ എഴുതുന്ന ഒരു എഗ്രിമെന്റ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ പറഞ്ഞ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ട്രേഡ് ബിൽ എന്ന് പറഞ്ഞത്. സോ ഇൻ ദിസ് ട്രേഡ് ബിൽ ഓർ ഇൻ ദിസ് ഇൻസ്ട്രുമെന്റ് വി വിൽ മെൻഷൻ ദ എമൗണ്ട് ആൻഡ് ദ ഡേറ്റ്. സോ പറയാണ്, സപ്പോസ് ഫെബ്രുവരി 1 തീയതി, ഫെബ്രുവരി 1, 2024 ഈ പറഞ്ഞ പൈസ 10 കോടി രൂപ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞാൽ, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ എക്ക് കിട്ടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. സോ എ ഇത് വാങ്ങിച്ചിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് സപ്പോസ് നവംബർ 30 ആയപ്പം നമ്മുടെ എക്കണോമിയിൽ കോട്ടൺ അതുപോലെ ഡൈസ് ഇതിനെല്ലാം കുത്തനെ വില ഇടിഞ്ഞു വിചാരിക്കുക. സപ്പോസ് ഡ്യൂറിങ് ദ എൻഡ് ഓഫ് ദിസ് മന്ത്, നവംബർ അവസാനമൊക്കെ ആയപ്പോ നമ്മുടെ കോട്ടൺ, സിൽക്ക്, വൂള്, ഡൈ ഇതിനൊക്കെ എന്ത് ചെയ്തു, കുത്തനെ വില ഇടിഞ്ഞു. സോ എ നോക്കുമ്പോ എന്താ, എയുടെ കയ്യിൽ പൈസ ഇരിപ്പില്ല. എയുടെ എന്തേ ഉള്ളൂ, ബി എഴുതുന്ന ബില്ല് പക്ഷിന് മാത്രമേ എയുടെ കയ്യിൽ ഇരിപ്പുള്ളൂ. സോ എക്ക് ഇത് ക്യാഷ് ചെയ്യണം, കാരണം ഇപ്പോ കോട്ടനും ഡൈയും അതുപോലെ തന്നെ സിൽക്കും വൂളും ഒക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പിന്നീട് വൻ ലാഭം നേടാം. സോ നോക്കുമ്പോ എന്താ, പക്ഷെ എയുടെ കയ്യില് പൈസ ഇരിക്കില്ല. എയുടെ എന്തേ ഇരിപ്പുള്ളൂ, എയുടെ കയ്യില് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇരിപ്പുള്ളൂ. ബി ഏത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്ത് ചെയ്യും, ഇതുമായിട്ട് ഒരു ബാങ്കിൽ പോകും, എയുടെ ബാങ്കിലേക്ക് പോകും. എന്നിട്ട് പറയും എന്റെ കയ്യില് പൈസ ഇല്ല, എനിക്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്തിട്ട് പൈസ തരാൻ പറയും. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് നോക്കുമ്പോൾ എന്താ, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചിട്ട് എന്താ ഫെബ്രുവരി 1 ഉള്ളൂ, അല്ലാതെ ഇനി 2 മാസം കഴിഞ്ഞാലേ എന്തുള്ളൂ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെച്ചൂർ ആവത്തുള്ളൂ. സോ വെൻ എ ബാങ്ക് ഈസ് ലുക്കിംഗ് ഇൻ ടു ദിസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബാങ്ക് നോക്കുകയാണ് ഈ പറഞ്ഞ ബി എന്ന് പറഞ്ഞ വ്യക്തി ഒരു ക്രെഡിബിലിറ്റി പേഴ്സൺ ആണോ, അയാളുടെ അക്കൗണ്ടിൽ പൈസ കാണാൻ വരുന്നതാണോ,
ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ നോക്കും. സോ ബാങ്ക് നോക്കുമ്പോൾ എന്താ ശരിയാണ്, ബി ഇസ് എ ഫസ്റ്റ് ക്ലാസ് പേഴ്സൺ ആണ് ആൻഡ് ഹി ഈസ് എ ക്രെഡിറ്റ് പേഴ്സൺ ആണ്. ആൾക്ക് ഈ പാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല, നല്ല ഗുഡ് വില്ലുള്ള പേഴ്സൺ ആണ്. സോ ബി എന്ത് ചെയ്തു, അപ്രൂവ് ചെയ്തു. പക്ഷെ കുഴപ്പം എന്താ, ബാങ്ക് അപ്രൂവ് ചെയ്തു. പക്ഷെ കുഴപ്പം എന്താ, ഈ പറഞ്ഞ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് മെച്ചൂർ ആവുന്ന എപ്പോഴേ ഉള്ളൂ, 2 മാസം കഴിഞ്ഞാലാ. അപ്പൊ ബാങ്ക് പറയും 10 കോടി തരാൻ പറ്റത്തില്ല, മറിച്ച് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 9.9 കോടി തരാന്ന് പറയും. പക്ഷെ 10 കോടിക്ക് പകരം ഐ ക്യാൻ ഗീവ് യു 9.9 crore. അസംഷൻ ആണ്, ഒരു റഫ് ഫിഗറാ പറഞ്ഞത്. 9.9 കോടി ഇത് തരാന്ന് പറയും. സോ ബാങ്ക് പറയും ഓക്കെ, സോറി എ പറയും ഓക്കെ. കാരണം എക്ക് ഇപ്പൊ 10 ലക്ഷം നഷ്ടമായിരിക്കും, പക്ഷെ എന്താ, ആ നഷ്ടത്തെക്കാൾ വലുതാണ് കിട്ടുന്ന ലാഭം. എനിക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അയാള് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകത്തുള്ളൂ. സോ എ എന്ത് ചെയ്യുന്നു, എ ഈ പറഞ്ഞ ബി എഴുതിയ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആർക്ക് കൊടുക്കും, ബാങ്കിന് കൊടുക്കും. ആൻഡ് ബാങ്ക് എന്ത് ചെയ്യുന്നു, 9.9 crore rupees ആർക്ക് കൊടുക്കുന്നു, നമ്മുടെ എക്ക് കൊടുക്കുന്നു. ഇത് പറയുന്നതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറയും. അങ്ങനെ ബാങ്ക് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഇരിക്കുകയാണ്. ആ സമയത്താണ് ബാങ്കിലേക്ക് നമ്മുടെ വിജയ് മല്യ കടന്നു വരുന്നു. വിജയ് മല്യ പറഞ്ഞു, മോനെ എനിക്ക് കുറച്ച് പൈസ വേണം, ഒരു 10 കോടി രൂപ അല്ലെങ്കിൽ ഒരു 9 കോടി രൂപ വേണം. അപ്പൊ ബാങ്ക് നോക്കുമ്പോ എന്താ, ബാങ്കിന്റെ കയ്യില് പൈസ നിൽക്കില്ല. ബാങ്കിൽ ആകെ ഇരിക്കുന്നത് നമ്മുടെ എ കൊടുത്ത എക്സിൽ ഇൻഡസ്ട്രി കൊടുത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് പൈസ കിട്ടാനായിട്ട് RBIനെ അപ്രോച്ച് ചെയ്യും. അപ്പൊ RBI പറയും ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇപ്പൊ മെച്ചൂറാകത്തില്ലല്ലോ, ഇനി 1 മാസം വേണ്ടേ, കാരണം ഡിസംബർ അവസാനമായിട്ടുള്ളൂ, ഇനിയും സമയം എടുക്കും, അല്ലെങ്കിൽ ഇനിയും കാലം എടുക്കും. അപ്പൊ RBI പറയാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 കോടി തരാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യാം, ഇത് റീഡിസ്കൗണ്ട് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തതാണ്, ബാങ്ക് ഓൾറെഡി ഇത് ഡിസ്കൗണ്ട് ചെയ്തതാണ്, എക്ക് പൈസ കൊടുക്കാനായിട്ട് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തു. ഇനി RBI എന്ത് ചെയ്യാണ്, RBI ഈസ് അഗെയിൻ ഡിസ്കൗണ്ട് ദിസ് ബിൽ. സോ RBI പറയുന്നു ഐ ക്യാൻ ഗീവ് യു 9.95 crore rupees for this. ഇതാണ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ബൈ RBI. ഇത് പറയുന്നത് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഒരിക്കൽ ഡിസ്കൗണ്ട് ചെയ്ത ഒരു ബില്ല് RBIക്ക് കൊടുക്കുമ്പോൾ RBI എന്ത് ചെയ്യുന്നു, പിന്നെയും ഡിസ്കൗണ്ട് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ബൈ RBI. ആൻഡ് എത്ര നിരക്കായിരിക്കാം ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്, ആ നിരക്കാണ് ബാങ്ക് റേറ്റ്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI rediscounts. It is the rate at which RBI rediscounts the bill of exchange or commercial bills submitted by banks to RBI. ഒരു കൊമേഴ്ഷ്യൽ ബില്ല്, ഒരു കൊമേഴ്ഷ്യൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്ക് RBIക്ക് കൊടുക്കുമ്പോൾ എത്ര നിരക്ക് കിഴിച്ചിട്ടാണ് RBI ബാങ്കിന് പൈസ കൊടുക്കുന്നത്, അതാണെന്ത്, ബാങ്ക് റേറ്റ്. ആ നിരക്കാണെന്ത്, ബാങ്ക് റേറ്റ്. ക്ലിയർ ആണോ? സോ ഈ 2 ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. സോ യു ഹാവ് ടു നോ ദീസ് 2 ഡെഫിനിഷൻസ്. ആൻഡ് നോർമലി യു ക്യാൻ സി ഈ പറഞ്ഞ ബാങ്ക് റേറ്റ് പൊതുവിൽ നമ്മുടെ MSFന് സമമായിട്ടായിരിക്കും വെച്ചേക്കുന്നത്. MSF നിരക്കിന് സമമായിരിക്കും ഈ പറഞ്ഞ ബാങ്ക് റേറ്റ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ SLR, ഈ പറഞ്ഞ CRRും SLRും ഒരു ബാങ്ക് മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ബാങ്ക് റേറ്റ് അതിന് മേലെ, ബാങ്ക് റേറ്റിനേക്കാൾ കുറച്ച് മേലെ ആയിരിക്കും എന്ത്, RBI പലപ്പോഴും ഫൈൻ അടിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ CRRും SLRും, ക്യാഷ് റിസർവ് റേഷ്യോയും അതുപോലെ SLRും. ആൻഡ് ദിസ് CRR and SLR ഹാസ് ടു ബി എൻഷുർഡ് ബൈ എവറി ബാങ്ക് ഇൻ ഓൺ എ ഫോർട്ട്നൈറ്റ്ലി ബേസിസ്. എന്താണ് ഫോർട്ട്നൈറ്റ് എന്ന് വെച്ചാൽ? ഫോർട്ട്നൈറ്റ് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് ഫോർട്ട്നൈറ്റ്? ഫോർട്ട്നൈറ്റ് എന്ന് വെച്ചാൽ എന്താ? അല്ല, ഫോർട്ട്നൈറ്റ് അതല്ല, 2 വീക്ക് കൂടുമ്പോൾ. സോ ഫോർട്ട്നൈറ്റ്ലി ബേസിസ് എന്ന് വെച്ചാൽ ഇൻ എവറി 2 വീക്സ്. ഇൻ എവറി 2 വീക്സ് എന്ത് ചെയ്യണം? CRRും SLRും
കൃത്യമായ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് ബാങ്ക് എൻഷുർ ചെയ്യണം. നമുക്കറിയാം ഒരു ബാങ്കിനെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. സോ ഈ പറഞ്ഞ CRR SLR എന്താ മാറിക്കൊണ്ടേയിരിക്കത്തില്ലേ? ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഫ്ലക്ച്വേറ്റിംഗ്. CRR and SLR will be fluctuating every day. അതുകൊണ്ട് തന്നെ on a fortnightly basis, which means once in 2 weeks, once in every 2 weeks, 100% CRR, 100% SLR ഉണ്ടെന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ഇഫ് എ ബാങ്ക് ഫെയിൽസ് ടു അച്ചീവ് ദിസ് ടാർഗറ്റ്, ഈ പറഞ്ഞ CRR SLR ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ബാങ്ക് റേറ്റ് ചിലപ്പോൾ അതിനേക്കാൾ മേലെ ആയിരിക്കും എന്ത് ഫൈൻ വരുന്നത്. എത്രയാണോ ഷോർട്ട് ഫാൾ എമൗണ്ട്, എത്രയാണോ ഷോർട്ട് ഫാൾ, ആ ഷോർട്ട് ഫാളിന് മേലെ ബാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈൻ ഓർ പെനാൽറ്റി RBI വിധിക്കുന്നത്. സോ അതുകൊണ്ടാണ് പലപ്പോഴും എന്താ ഈ പറഞ്ഞ ബാങ്ക് അടിയന്തരമായിട്ടൊക്കെ MSF ലോൺ എടുക്കുന്നത്. കാരണം MSF 6.5 ഉള്ളൂ, എന്നാൽ പെനാൽറ്റി വരുമ്പോൾ അതിനേക്കാൾ മേലെ വരും. 6.5 മേലെ ആയിരിക്കും എന്ത് പലപ്പോഴും പെനാൽറ്റി ഉൾപ്പെടെ കൊടുക്കേണ്ടി വരുന്നത്. സോ ദാറ്റ് ഈസ് ബാങ്ക് റേറ്റ്. സോ ബാങ്ക് റേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു പ്രീവിയസ് ഡിഗ്രി ലെവൽ മെയിൻസ് ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റേറ്റിന്റെ ഡെഫിനിഷൻ. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിരുന്നു ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ബാങ്ക് റേറ്റ്. അപ്പൊ അതിലവർ പറഞ്ഞ ഡെഫിനിഷൻ ഇതായിരുന്നു, ഇറ്റ് ഈസ് റേറ്റ് അറ്റ് വിച്ച് RBI ഡിസ്കൗണ്ട്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. സോ രണ്ടും ഉണ്ട്, റീഡിസ്കൗണ്ട് ചെയ്യുന്നതും പറയാം, അതുപോലെ ലോങ് ടേം ലോണുകൾക്ക് വേണ്ടി ബാങ്കിന്റെ ഈടാക്കുന്ന പലിശയും പറയാം. ബോത്ത് ആർ കറക്റ്റ്. സോ ഈ പറഞ്ഞ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇമ്പാക്ട് തന്നെയാണ്, റിപ്പോ കൂട്ടുന്നത് ഇമ്പാക്ട് തന്നെയാണ് ബാങ്ക് റേറ്റ് കൂട്ടുമ്പോഴും. സോ വെൻ എവർ ദർ ഈസ് ഇൻഫ്ലേഷൻ, ബാങ്ക് റേറ്റ് എന്താ ഉയർന്നിരിക്കാം. ബാങ്ക് റേറ്റ് ഉയർന്നിരിക്കുമ്പോൾ ഒരു ലോണ് ഒരു ബാങ്ക് വാങ്ങുവാണെങ്കിൽ എന്തായിരിക്കും, പലിശ കൂടുതലായിരിക്കും. ആൻഡ് ദിസ് വിൽ റെഡ്യൂസ് ദ മണി സപ്ലൈ. ഇവൻച്വലി എന്ത് ചെയ്യും, അത് മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, so now we can discuss the qualitative measures of credit control. This is the last topic in this portion, qualitative instruments of credit control. So ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരം മെഷേഴ്സ് ആണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI എടുക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് പ്രത്യേകത എന്താണ്? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ RBI will not be specifying any rate of interest or any significant rates. Instead, they will give some guidelines, they will give some appeals to the banks. ചില റെക്കമെൻഡേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ബാങ്കിനെ കൊടുക്കും. അതുവഴി എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ബാങ്കുകൾ അത് ഫോളോ ചെയ്യണം. അതുവഴി എക്കണോമിയിലുള്ള മണി സപ്ലൈ കുറയ്ക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനും RBI ശ്രമിക്കുകയാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് moral suasion. Moral suasion. So moral suasion എന്ന് പറയുമ്പോൾ it is actually an act of convincing as well as putting pressure. അതായത് in this moral suasion നമ്മുടെ RBI എന്ത് ചെയ്യും, ബാങ്കിനോട് അപ്പീൽ ചെയ്യും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കും. they will send some request. നമ്മുടെ RBI ചില റിക്വസ്റ്റുകൾ ബാങ്കിനോട് അയക്കും. they will give some appeals, they will send some notice. സോ എന്തിനാണ്, ഈ ബാങ്കിനെ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാൽ അവർക്ക് തോന്നാനും പാടില്ല. സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും. സോ ഇഫ് യു ആർ ഡൂയിങ് സോ ആൻഡ് സോ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ബെനിഫിറ്റ്. സോ ഇങ്ങനെ ബാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കുവാണ്. സോ മോറൽ സുവേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ മെഷർ ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബാങ്ക് ബൈ ഡിഫറെന്റ് അപ്പീൽസ് ഓർ നോട്ടീസ് ഓർ റിക്വസ്റ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ. Then the second is direct action. അപ്പൊ RBI ആദ്യം എന്ത് ചെയ്യും, ഒന്ന് പറഞ്ഞു നോക്കും, റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ചെയ്തിട്ട് സപ്പോസ് ഒരു ബാങ്ക് എന്താ ഒന്നും ഫോളോ ചെയ്യുന്നില്ല, RBIയുടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും തള്ളിക്കളയുകയാണ്, ഇപ്പൊ നിരക്ക് കുറയ്ക്കാൻ പറഞ്ഞു കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ കൊടുക്കാൻ പറഞ്ഞു കേൾക്കുന്നില്ല. സോ ഇഫ് എ ബാങ്ക് ഈസ് നോട്ട് ഫോളോയിങ് എനി അതർ റെക്കമെൻഡേഷൻസ് ഓഫ് RBI, എന്ത് ചെയ്യാം, RBI മുണ്ട് മടക്കി കൊടുത്ത് ഇറങ്ങുകയാണ് എന്ത് അനുസരിപ്പിക്കാനായിട്ട്. സോ RBI ഇസ് കമ്മിങ് ഡയറക്ട്ലി ടു ദ മാർക്കറ്റ്, ഡയറക്ട്ലി ടു ദ ബാങ്ക്. സോ എന്ത് ചെയ്യാം, ഈ ബാങ്കിന് മേലെ they can impose some penalty or they can take some disciplinary actions against the banks. കേൾക്കാത്ത, പറഞ്ഞനുസരിക്കാത്ത ബാങ്കിന് മേലെ ചില ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എന്ത് ചെയ്യാം,
RBIക്ക് എടുക്കാം. ഓക്കെ. ആൻഡ് ദ തേർഡ് ഈസ് കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ. കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ. സോ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും പേപ്പറിൽ കാണുന്നതാണ്, പലപ്പോഴും ഓട്ടോ ഒക്കെ ഇല്ല, ഓട്ടോയുടെ ബഡ്ജറ്റ് കാണുന്നതാണ്. അപ്പയുടെ ഒക്കെ ഓട്ടോ ഇങ്ങനെ 1 രൂപ ഡൗൺ പേയ്മെന്റ് ലഭിക്കുന്നു, അല്ലെങ്കിൽ 1000 രൂപ ഡൗൺ പേയ്മെന്റ് ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണാം. എന്താണ് ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഞാനൊരു വാഹനം എടുക്കാൻ പോവാണ്. ഈ വാഹനത്തിന്റെ ഒറിജിനൽ വില 1,00,000 രൂപയാണ്. ഇപ്പം നമ്മുടെ പല ബാങ്കുകളും ഓഫർ ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിഷ്യലി ഒരു എമൗണ്ട് അടയ്ക്കുക, 1,000 രൂപ അടയ്ക്കുക. എന്നിട്ട് എന്താ, നിങ്ങൾക്ക് ഈ പറഞ്ഞ വാഹനം വാങ്ങാം, ഈ സ്കൂട്ടറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെഹിക്കിളോ വാങ്ങാം. അതിനുശേഷം ദ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്താക്കി മാറ്റും, ലോൺ ആയിട്ട് മാറ്റും. ദെൻ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട്, ഇപ്പം 99,000 രൂപ ലോൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന് മേലെ EMI മന്ത്ലി ഇൻസ്റ്റാൾമെന്റും നിർണ്ണയിക്കുന്നു. സോ ഇതാണ് ഡൗൺ പേയ്മെന്റിലെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. സോ നമ്മുടെ RBIക്ക് പറയാം, ഈ ഡൗൺ പേയ്മെന്റ് എമൗണ്ട് വർദ്ധിപ്പിക്കാൻ പറയാം. സോ നിലവിൽ ഇപ്പൊ 1000 രൂപയെന്ന് വെച്ചു, 1000 രൂപ RBI പറയാണ്, ഡൗൺ പേയ്മെന്റ് ഷുഡ് ബി എ മിനിമം ഓഫ് 50% ഓഫ് ദ വാല്യൂ ഓഫ് ദ വെഹിക്കിൾ. നമ്മുടെ വാഹനത്തിന്റെ 50% മൂല്യം ഡൗൺ പേയ്മെന്റ് ആയിട്ട് മേടിച്ചിരിക്കണം. എന്ന് പറയുമ്പം 1,00,000 രൂപ വാഹനത്തിന്റെ വാല്യൂ എങ്കിൽ 50,000 രൂപ എന്ത് ചെയ്യണം, ഒരു വ്യക്തി ആദ്യം കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോൺ ആയിട്ടും EMI ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ വരുമ്പം ഇനിഷ്യലി സ്വന്തം കയ്യിൽ 50,000 ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഒരു വ്യക്തി ലോൺ എടുക്കാൻ, വാഹനം എടുക്കാൻ പോത്തുള്ളൂ, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോത്തുള്ളൂ. അത് മാത്രമല്ല, RBI ക്യാൻ ഡിസൈഡ് ദ EMI പീരീഡ്. ഇപ്പൊ നോക്കുമ്പോ കാർ ലോണുകൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, വുമൺ എടുക്കുമ്പോൾ, സ്ത്രീകൾ എടുക്കുമ്പോൾ അവർക്ക് പലിശ കുറവാണ്. അതുപോലെ സ്ത്രീകളുടെ പേരിൽ വാഹനം ലോൺ എടുക്കുമ്പോൾ, വെഹിക്കിൾ ലോൺ എടുക്കുമ്പോൾ പലിശ പല ബാങ്കുകൾക്ക് കുറവാണ്. അതിനൊപ്പം തന്നെ റീപേയ്മെന്റ് പീരീഡും കൂടുതലാണ്. പലപ്പോഴും റീപേയ്മെന്റ് പീരീഡ് 8 വർഷമൊക്കെ പോകാറുണ്ട്. സോ ഓൺ ആൻ ആവറേജ് 7 ഇയേഴ്സ് ആണ് പറയുന്നത്. 7 ഇയേഴ്സ് പറയുന്നെങ്കിലും സ്ത്രീകൾ എടുക്കുമ്പോൾ, സ്ത്രീകളുടെ പേരിൽ എടുക്കുമ്പോൾ ഈ റീപേയ്മെന്റ് കാലാവധി ചിലപ്പോൾ ഒക്കെ എന്താ 8 വർഷം വരെയൊക്കെ പോകാറുണ്ട്. നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് എന്ത് ചെയ്യാം, RBIക്ക് പറയാൻ പറ്റില്ല, അത് കുറയ്ക്കാൻ പറയാം. സോ ടെനുവർ കൂടുമ്പോ EMI എമൗണ്ട് എന്ത് ചെയ്യും, കുറയും, അല്ലേ? ഇപ്പൊ 10 വർഷം കൊണ്ട് ലോൺ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കേണ്ട മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്താ, കുറയും. നേരെ മറിച്ച് ഈ ടെനുവർ ആര് പറയാണ് 2 ഇയേഴ്സ് ആയിരിക്കും പരമാവധി. ഒരു കാർ ലോണിന്റെ പരമാവധി EMI പീരീഡ് 2 വർഷം എന്ന് പറയുമ്പോൾ 24 മന്ത്സ് കൊണ്ട്, 24 മാസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഈ കാർ ലോൺ എമൗണ്ട് അടച്ചു തീർക്കേണ്ടി വരും. വിച്ച് മീൻസ് ഐ ഹാവ് ടു ഗീവ് എ ഹ്യൂജ് എമൗണ്ട് ആസ് EMI. 2 വർഷം കൊണ്ട് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് EMI ആയിട്ട് ഞാൻ കൊടുക്കേണ്ടി വരും. സോ അപ്പൊ എന്താ, ഞാൻ ലോൺ എടുക്കാതിരിക്കും. സോ ഇങ്ങനെ EMI പീരീഡിനെ കൺട്രോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് പോലുള്ള ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, RBI ക്യാൻ ഇൻഫ്ലുവൻസ് ദ മണി സപ്ലൈ ഇൻ ദ എക്കണോമി, അല്ലെങ്കിൽ ലോൺ ക്രിയേഷൻ ഇൻ ദ എക്കണോമി. ലോണുകൾ കൂടുതൽ വേണോ വേണ്ടതൊക്കെ എന്ത് ചെയ്യാം, RBIക്ക് തീരുമാനിക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് മാർജിൻ റിക്വയർമെന്റ് ആണ്. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഇപ്പൊ നോക്കുക, നമ്മളിപ്പോ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോകും. ലോൺ എടുക്കാൻ പോകുന്ന വേളയിൽ ലോൺ എമൗണ്ടിന്റെ അതേ വാല്യൂ ഉള്ള ആസ്തി അല്ല നമ്മൾ സബ്മിറ്റ് ചെയ്യുക. വി വിൽ ബി സബ്മിറ്റിംഗ് എ കൊളാട്രൽ ഓഫ് വാല്യൂ മോർ ദാൻ ദ ലോൺ എമൗണ്ട് ആണല്ലോ. ലോൺ എമൗണ്ടിനേക്കാൾ ഉയർന്ന മൂല്യമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ വാല്യൂ ഉള്ള അസറ്റ് ആയിരിക്കും സബ്മിറ്റ് ചെയ്തത്. ഉദാഹരണം പറയുമ്പോൾ, ഞാൻ ഗോൾഡ് പണയം വെച്ചിട്ട് ലോൺ എടുക്കുകയാണ്. ഗോൾഡിന്റെ വാല്യൂ 1.5 lakh rupees ആയിരിക്കും. എനിക്ക് പരമാവധി ബാങ്ക് ലോണ് ചിലപ്പോ 75,000 ആയിരിക്കും, 75,000 ആയിരിക്കും. സോ ബാങ്ക് വിൽ ബി ഓൾവേസ് കീപ്പിംഗ് എ മാർജിൻ ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് കൊളാട്രൽ ആൻഡ് ദ എമൗണ്ട് ഓഫ് ലോൺ. ഈ ലോൺ എമൗണ്ടും അതുപോലെ കൊളാട്രലിന്റെ വാല്യൂ തമ്മിലുള്ള ഒരു മാർജിൻ എന്ത് ചെയ്യാറുണ്ട്, ബാങ്ക് കീപ്പ് ചെയ്യാറുണ്ട്. മാർജിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് കൊളാട്രൽ ആൻഡ് എമൗണ്ട് ഓഫ് ലോൺ ഗ്യാരണ്ടി ഗ്രാൻഡഡ്. സോ ഇവിടത്തെ കേസിൽ 1.5 ആണ് വാല്യൂ ഓഫ് കൊളാട്രൽ, 75,000 ആണ്
ലോൺ കിട്ടിയത്, വിച്ച് മീൻസ് മാർജിൻ എത്ര 75,000 ഇതിന് പകരം RBI ക്യാൻ ഡിക്റ്റേറ്റ് ദ ബാങ്ക് ടു ഇൻക്രീസ് ദ മാർജിൻ. അതായത് മിനിമം നിങ്ങൾ ലോൺ കൊടുക്കുവാണെങ്കിൽ മാർജിൻ 1,00,000 എന്ന് പറയുമ്പോൾ 1,00,000 രൂപ കൊളാറ്റർ കൊടുക്കുമ്പോൾ ഐ കുഡ് ഗെറ്റ് ഓൺലി 50,000 ലോൺ. നിങ്ങൾക്ക് എന്താ എടുത്തുള്ളൂ? 50,000 എടുത്തുള്ളൂ. കാരണം എന്താ? 1,00,000 മാർജിൻ വെക്കണം. 50,000 ലോൺ കിട്ടിക്കഴിഞ്ഞാൽ 1,00,000 രൂപയുടെ കൊളാറ്റർ വെക്കണം. എങ്കിൽ മാത്രമേ ഐ കുഡ് സാറ്റിസ്ഫൈ ദ ക്രൈറ്റീരിയ ഓഫ് 1 lakh മാർജിൻ. 1,00,000 എന്ന മാർജിൻ മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എനിക്ക് കിട്ടുന്ന ലോണിനേക്കാൾ 1,00,000 മൂല്യമുള്ള, അതിനേക്കാൾ അധികം മൂല്യമുള്ള ഒരാസ്തി എന്ത് ചെയ്യേണ്ടി വരും? വെക്കേണ്ടി വരും. സോ ഇങ്ങനെ ഈ മാർജിൻ എത്രയാണെന്ന് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യാം? RBIക്ക് ലോണുകളുടെ അവൈലബിലിറ്റി കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ് ഈസ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ആണ്. സോ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ RBI can influence the flow of credit to different sectors. ഏതൊക്കെ മേഖലയിലേക്ക് ലോണുകൾ പോകണം, ഏതൊക്കെ സെക്ടേഴ്സിലേക്ക് ലോൺ പോകണം എന്ന രീതിയിൽ തീരുമാനം എടുക്കാൻ RBI കഴിയും. ഇപ്പൊ നമ്മൾ കാണുന്ന PSL മുൻഗണനാ മേഖല ലെൻഡിങ്, സോ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ആണ്. കാരണം RBI പറയുന്നുണ്ട്, ഒരു ബാങ്ക് 100 കോടി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഒരു വർഷം കൊടുക്കുന്ന ലോണിന്റെ 40% മുൻഗണനാ മേഖല കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലേ? സോ ഇറ്റ് ഈസ് ആക്ച്വലി ചാനലൈസിങ് എ ലോണാണ്. ലോണുകൾ എങ്ങോട്ട് ചാനലൈസ് ചെയ്യണം, കാർഷിക മേഖലയാണോ വ്യവസായ മേഖലയാണോ എന്ന രീതിയിൽ RBI എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ മോറൽ സിറ്റുവേഷൻ, ഡയറക്ട് ആക്ഷൻ, കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ, മാർജിൻ റിക്വയർമെന്റ്, റേഷനിങ് ഓഫ് ക്രെഡിറ്റ്. These are the measures, or these are the qualitative measures of credit control by RBI എന്ന് കാണാൻ കഴിയും. So now you can see some practice questions and we can go through the topic. പറഞ്ഞോളൂ. ഒരു RBI, നമ്മുടെ കൺട്രിയിൽ RBI എക്സ്പാൻഷനിസ്റ്റ് പോളിസി അഡോപ്റ്റ് ചെയ്യുമ്പോൾ RBI എടുക്കാൻ പാടില്ലാത്ത നടപടി എന്താണ്? Which of the following shall not be done by RBI when it adopts an expansionist monetary policy? എന്താണ് എക്സ്പാൻഷനിസ്റ്റ് പോളിസി അഡോപ്റ്റ് ചെയ്യുമ്പോൾ RBI താഴെ തന്നവയിൽ ഏത് മെഷേഴ്സ് ആണ് എടുക്കാൻ പാടില്ലാത്തത്? കമന്റ് ചെയ്തു. ഏതാണ്? ആൻസർ ഡി ആണ്. ഓൾ ദ എബോവ്. നോക്കുക, CRR ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നു. എന്ത് ചെയ്യും? മണി സപ്ലൈ കുറയുകയല്ലേ ചെയ്യുന്നേ. എക്സ്പാൻഷനിസ്റ്റ് പറയുമ്പോൾ എന്താ? എക്സ്പാൻഷനിസ്റ്റ് എന്ന് വെച്ചാൽ മണി സപ്ലൈ കൂടണം. there should be increase in the money supply. So CRR കൂടുമ്പോ മണി സപ്ലൈ കൂടുമോ? ഇല്ല. MSF കൂടുമ്പോ മണി സപ്ലൈ കൂടുമോ? ഇല്ല. ബാങ്ക് റേറ്റും റിപ്പോ റേറ്റ് കൂടുമോ? ഇല്ല. So we can see all these measures will not be done by RBI when it is adopting an expansionist monetary policy. Then next, supply of money remain in the same. When there is increase in demand of money, there will be. അതായത് സോ ആൻസർ ബി ആണ്. നോക്കുക, ഒരു ബാങ്കിന്റെ കയ്യില് 100 രൂപയുണ്ട്. ഒരു ബാങ്കിന്റെ കയ്യില് 100 രൂപയുണ്ട്. 100 രൂപ ലോൺ കൊടുക്കാൻ തയ്യാറാണ് ബാങ്ക്. ആ സമയത്ത് ഇനിഷ്യലി there is 2 persons who are demanding 50 rupees as loan. സോ ഇവിടെ നോക്കുമ്പോൾ 2 പേര് 50 രൂപ ലോൺ ഡിമാൻഡ് ചെയ്യും. സോ 2 പേര് 50 രൂപ ലോണ് 50 രൂപയ്ക്ക് 2 പേര് 50 രൂപ ബാങ്കിന്റെ എന്ത് ചെയ്യുന്നു? ലോൺ എടുക്കും. ബാങ്കിന് കൊടുക്കാൻ പറ്റുമല്ലോ, കാരണം 100 രൂപ ബാങ്കിന്റെ കയ്യിലുണ്ട്. ബാങ്ക് ഈസ് ഏബിൾ ടു സപ്ലൈ 100 rupees as loan. ദിസ് ഇസ് ഫസ്റ്റ് കേസ്. സോ ഇവിടെ എന്തായിരുന്നു? ഡിമാൻഡ് ഫോർ മണിയും
സപ്ലൈ ഫോർ മണിയും മീറ്റ് ചെയ്തു, സെയിം ആയി. സെക്കൻഡ് കേസ് നോക്കൂ. 100 രൂപ സപ്ലൈ, അവരുടെ ഡിമാൻഡ് ഹൈക്ക് ചെയ്തു. ചോദ്യം എന്താണ്? സപ്ലൈ ഓഫ് മണി റിമെയിൻ ദ സെയിം വെൻ ദർ ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ മണി. സപ്ലൈ ഓഫ് മണി എത്ര? 100 തന്നെയാണ്. ഡിമാൻഡ് ഫോർ മണി കൂടി. അതായത് 2 പേർക്ക് പകരം 4 പേര് 50 രൂപ ലോണ് ഡിമാൻഡ് ചെയ്തു. വിച്ച് മീൻസ് ദർ ഇസ് എ ഡിമാൻഡ് ഓഫ് 200 rupees as ലോൺ. 200 രൂപ ലോൺ വേണം, 100 രൂപ ബാങ്കിന്റെ ഉള്ളൂ. സോ ഡിമാൻഡ് നോട്ട് ഈക്വൽ ടു സപ്ലൈ. സോ 4 പേര് 50 രൂപ നിരക്കിലെ ലോൺ ഡിമാൻഡ് ചെയ്യുമ്പോ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് 100 രൂപയല്ലേ ഉള്ളൂ. ബാങ്ക് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യും. സോ ചോദ്യം എന്താണ്? വെൻ ദർ ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി റിമെയിൻ ദ സെയിം, എന്തുണ്ടാവും? There will be an increase in the rate of interest. B will be the right answer. Okay. So hereby we are concluding the most important topic in our syllabus.